അപ്പോൾ നമുക്ക് പഠിച്ചാലോ. ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മാരത്തോൺ സെഷനുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഫയർമാൻ, CPO, വുമൺ CPO, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി ഒരു മാരത്തോൺ സെഷനുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ മാരത്തോൺ നമുക്ക് പകുതി വെച്ച് നിർത്തേണ്ടി വന്നു, നമുക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ മാരത്തോൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇതിലും അതിന്റെ റിവിഷനൊക്കെ ഉൾപ്പെടുത്താൻ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് ഭാഗങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കയറിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് അതിനുശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കായലുകളെ കുറിച്ച് പഠിച്ചതല്ലേ. കേരളത്തിൽ ആകെ എത്ര കായലുകളാണുള്ളത്? 34 കായലുകളാണ് അല്ലേ. കേരളത്തിൽ ആകെ കായലുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 34 കായലുകളാണ്. അതിൽ എത്ര ശുദ്ധജല തടാകം ഉണ്ട് എന്ന് ചോദിച്ചാൽ 7 ശുദ്ധജല തടാകങ്ങളാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശുദ്ധജലം, അതിനൊരു ഷാണ്ട്. അതുപോലെ തന്നെ ശാസ്താംകോട്ട, അതിനും ഷാണ്ട്. അത് വെച്ച് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഏറ്റവും വലിയ കായൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ തടാകം എന്ന് ചോദിച്ചത് വലുത്, അതിന് വാണ്ട് അല്ലേ. അപ്പൊ ഏതാണ്? വേമ്പനാട്ടു കായൽ. വലുത് വാ വെച്ച് കണക്ട് ചെയ്യുക, വേമ്പനാട്ടു കായൽ. ശുദ്ധജലം ഷാ വെച്ച് കണക്ട് ചെയ്യുക, ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ. കോട്ടയിൽ ആരുണ്ടാവും ഞാൻ പറഞ്ഞു? കോട്ടയിൽ രാജ്ഞി ഉണ്ടാവും അല്ലെ. രാജാവിന്റെ കോട്ടയിൽ രാജ്ഞി ഉണ്ടാവും. അപ്പൊ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. എന്നാൽ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. ഏതാണ്? അഷ്ടമുടി കായലാണ്. പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലാണ് അല്ലെ. 1988 1988 പെരുമൺ തീവണ്ടി ദുരന്തം. അപ്പൊ 1888 എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു? അത് ഏതാണ്? അത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ അല്ലെ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത് 1888. എന്നാൽ അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1887. അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും, അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1888. അരുവിപ്പുറം 1888. അതെ, രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലോ, ഞാൻ പഠിച്ചതാണല്ലോ. പക്ഷെ ശ്രദ്ധിക്കണം, ചോദ്യം ശ്രദ്ധിക്കണം. അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. ആദ്യം ക്ഷേത്രം പണി കഴിപ്പിക്കണ്ടേ, അതിനുശേഷമാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ്. നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത്. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിൽ അല്ലെങ്കിൽ അരുവിപ്പുറം പ്രതിഷ്ഠാവേളയിൽ ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏത് എന്ന് ചോദ്യം വരും. ശ്രീനാരായണ ഗുരുവിന്റെ അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ഒക്കെ കൃതികൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ രണ്ടാളുകളുടെ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, ആരുടെയൊക്കെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠാവേളയിൽ രചിച്ച കൃതി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ശിവശതകം. എങ്ങനെ ഓർത്തു വെക്കാം? അരുവിപ്പുറം ശിവപ്രതിഷ്ഠാവേളയിലാണ് ഗുരു രചിച്ചത്. അവിടെ ശിവ, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, ശിവശതകം. ഗുരുവിന്റെ മറ്റൊരു കൃതിയുണ്ട്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനു സുഖത്തിനായി വരണം. ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദ്യം വന്നാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. പക്ഷെ ചോദ്യം വരിക, ഇത് ഏത് കൃതിയിൽ നിന്നും എടുത്തതാണെന്ന് ചോദ്യം വരും. ശ്രീനാരായണ ഗുരു ഇങ്ങനെ ഉന്നയിച്ചത് ഏത് കൃതിയിലാണ് എന്ന ചോദ്യം വന്നാൽ നമ്മൾ ഏത് പറയണം? അവനവൻ ആത്മസുഖത്തിനായി. ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം എന്ന കൃതിയിലാണ് ഗുരു ഈ ആശയം മുന്നോട്ട് വെച്ചത്. എന്താണ്? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ. ഈ വാക്കുകൾ ഗുരു പറഞ്ഞത് ഏത് കൃതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്ന വാക്കുകൾ ആത്മോപദേശ ശതകം. ശിവശതകം അരുവിപ്പുറം ശിവപ്രതിഷ്ഠാവേളയിൽ രചിച്ചതാണ് ശിവശതകം. ഗുരുവിന്റെ കൃതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം വരും താഴെ തന്നിരിക്കുന്നതിൽ ഗുരുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഗുരുവിന്റെ കൃതികൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, ദർശനമാല അല്ലെ. ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ജാതി മീമാംസ, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, നവമഞ്ജരി അല്ലെ. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ഓരോന്നും അതിന്റെ എന്തിന് രചിച്ചു, എങ്ങനെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ശിവശതകം നമ്മൾ പഠിച്ചു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിൽ രചിച്ചതാണ് ശിവശതകം. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. മറക്കരുത്, 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. മലയാള മനോരമ അല്ലെ പത്രം സ്ഥാപിതമായത് 1888. അതുകൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചു. ഓക്കെ,
അപ്പോൾ ശിവശതകം അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിൽ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഈ വാക്കുകൾ എവിടെയാണ്? ആത്മോപദേശ ശതകം. ഗുരുവിന്റെ ആദ്യ കൃതി ചോദ്യം വരും. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പിന്നെ ജാതി മീമാംസ അദ്ദേഹത്തിന്റെ കൃതിയാണ് അല്ലെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ വാക്കുകൾ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ചോദ്യം വരും പ്രശസ്തമായ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വാക്കുകൾ ആരുടെ ാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യന് എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. മുടിചൂടും പെരുമാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഏത് നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. അതെന്താണ്? വലിയ ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ പെരുമാൾ എന്ന ആ പേര് സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ മേൽജാതിക്കാരുടെ എതിർപ്പ് മൂലം അദ്ദേഹത്തിന് ആ പേര് മാറ്റേണ്ടി വന്നു. പിന്നെ എന്താക്കി മാറ്റി? മുത്തുക്കുട്ടി. അപ്പൊ ചോദ്യം വരും മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി. പിന്നെ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ചത് എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചത് ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തിയത് ആരെന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളാണ്. പന്തി ഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് തൈക്കാടയ്യാണ്. പ്രീതി ഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. മിശ്ര ഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാലും സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ഒക്കെ വേണ്ട എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാലും സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങളൊന്നും ഓർത്തു വെക്കുക. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഏതൊക്കെയാണ്? ഗജേന്ദ്രമോക്ഷം അപ്പൊ അത്ര കാര്യങ്ങളൊന്നും ഓർത്തു വെക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഏതൊക്കെയാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ശിവശതകം, ദർശനമാല, ദൈവദശകം. ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ജാതി മീമാംസ ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. അവിടെ പഠിക്കാനുള്ള മറ്റൊരാളുണ്ട് ചട്ടമ്പി സ്വാമികൾ അല്ലേ. സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, ശ്രീ ഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? സർവ്വവിദ്യ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യമാണ്. ഈ ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര്? അങ്ങനെയൊക്കെ ചോദ്യം വരും, ശ്രദ്ധിക്കണം. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം ചോദിച്ചാൽ അതെന്താണ്? കുഞ്ഞൻ പിള്ള. ബാല്യത്തിൽ കുഞ്ഞൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ബാല്യത്തിൽ കുഞ്ഞല്ലേ, അപ്പൊ കുഞ്ഞൻ പിള്ള. പിന്നെ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പനാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമമാണ് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ഏറ്റവും പ്രധാനപ്പെട്ട, ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം എന്താണ്? സവർണർക്ക് മാത്രമല്ല അവർണർക്കും വേദം പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതിനെ പറ്റി പരാമർശിക്കുന്നതാണ് വേദാധികാര നിരൂപണം. എന്താണ് സ്വാമി വിവേകാനന്ദൻ ആ കൃതിയെ കുറിച്ച് പറഞ്ഞത്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ഏത് കൃതിയെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം. മോക്ഷപ്രദീപ ഖണ്ഡനം, ആ കൃതിക്ക് പിന്നിൽ ഒരു കഥ ഉണ്ടല്ലോ. എന്താണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം. അതിനെ വിമർശിച്ചുകൊണ്ട് രചിച്ചതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ക്രിസ്തുമത ചേതനം അല്ലെ, ക്രിസ്ത്യൻ മിഷനറിമാര് മതപരിവർത്തനം നടത്തുന്നതിനെ എതിർത്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് ക്രിസ്തുമത ചേതനം. ഓക്കെ, ആദിഭാഷ, പ്രാചീന മലയാളം, ഇതൊക്കെ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും വലിയ കൃതി ശ്രീനാരായണ ഗുരു അല്ല, ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാന്ന് ചോദ്യം വരാറുണ്ട്. അത് പ്രാചീന മലയാളമാണ് അല്ലെ. പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി. ഓക്കെ, അപ്പൊ ചട്ടമ്പി സ്വാമികൾ കൃതികൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, പിന്നെ ഏതാണ്? വേദാധികാര നിരൂപണം, ക്രിസ്തുമത ചേതനം, മോക്ഷപ്രദീപ ഖണ്ഡനം. ഇതൊക്കെ ആരുടെ കൃതികളാണ്? ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. ബാല്യകാലനാമം കുഞ്ഞൻ പിള്ള എന്നും യഥാർത്ഥ നാമം ചോദിച്ചാൽ അത് അയ്യപ്പൻ എന്നുമാണ്. ഓക്കെ, പിന്നെ ചോദ്യം വരും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന നവോത്ഥാന നായകൻ ആര് എന്ന് ചോദ്യം വന്നാൽ അത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, അപ്പൊ അതും പഠിച്ചിരിക്കണം, അത് ചട്ടമ്പി സ്വാമികളാണ്. എന്തായാലും നിങ്ങൾ നവോത്ഥാനം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇത്ര ആളുകളൊക്കെ ഒന്ന് നോക്കുക.
പിന്നെ എന്താണ് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളിയാണ് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പുലയരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അതാരാണ്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറും ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് അതാരാണ്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാ ഗാന്ധിയാണ്. ഒക്കെ ഒന്ന് ഓർത്തു വെക്കട്ടോ. പിന്നെ നമ്മൾ വിറ്റാമിൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് അല്ലേ. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ എന്താണ്? ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിൻ ഞാൻ പറഞ്ഞു സി. വിറ്റാമിൻ സി ആണ്. എന്നുള്ള സൗണ്ട് ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണ്? ചൂടാക്കുമ്പോൾ കുക്കറിന് വിസിൽ വരും, സൗണ്ട് വരും. അപ്പൊ എന്നുള്ള സൗണ്ട് വെച്ചിട്ട് സി എന്ന് ആലോചിക്കുക. അപ്പൊ എന്താണ്? ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഏതാണ്? ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ക്യാരറ്റ്, ഇലക്കറികൾ, പാല്, മുട്ട, ഗോൾഡൻ റൈസ് ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ് വിറ്റാമിൻ എ. വൈറ്റമിൻ എ ആണ്. കണ്ണിന് ആവശ്യമായ വിറ്റാമിനാണ്. ഞാൻ പറഞ്ഞു കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന അല്ലെ. റെറ്റിന. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? റെറ്റിനോൾ. എന്താണ്? വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാം. ഒരുപാട് റിപ്പീറ്റ് ചെയ്താൽ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ചിലപ്പോൾ അത് ബോറടിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് എന്നാണ്? വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് 1498 മെയ് 20-നാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. ആരാണ് വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ പി എൻ പണിക്കർ. പി എൻ പണിക്കർ എന്താണ്? ഗ്രന്ഥശാലയുടെ പിതാവാണ് അല്ലെ. അപ്പൊ ചോദ്യം വരൂലേ, ഗ്രന്ഥശാലയുടെ പിതാവ് അല്ലെ. കേരളത്തിൽ ഗ്രന്ഥശാലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? പി എൻ പണിക്കറാണ്. ഓക്കെ, കുമാരനാശാൻ അല്ല, കുമാരനാശാൻ അല്ല വിശേഷിപ്പിച്ചത്. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് എന്ന് ചോദ്യം വന്നാൽ അത് കുമാരനാശാനാണ്. ഓക്കെ, എന്താണ്? മഹാകാവ്യം രചിക്കാതെ മഹാകവിയായ മലയാള കവിയാണ് കുമാരനാശാൻ. കുമാരനാശാന്റെ ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ് അല്ലേ. അതുപോലെ തന്നെ SNDPയുടെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. ജാതി ചോദിക്കയില്ല ഞാൻ സോദരി ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ കുമാരനാശാൻ എന്താണ്? ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കുമാരനാശാൻ. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണോ വിശേഷിപ്പിച്ചത്? അല്ല, ജവഹർലാൽ നെഹ്റു അല്ല വിശേഷിപ്പിച്ചത്. ഓക്കെ, നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്നറിയോ? അത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഒന്ന് പഠിച്ചു വെച്ചോ, ഒരു എക്സ്ട്രാ പോയിന്റ് അല്ലേ. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാണ് രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ ഇനി അവസാനമുള്ള ഓപ്ഷൻ ആരാണ്? KM പണിക്കറാണ്. ഏതാണ്? സർദാർ KM പണിക്കറാണ്. ഓക്കെ, സർദാർ KM പണിക്കറാണ് എന്ത് വിശേഷിപ്പിച്ചത്? വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത്. ഈ സർദാർ KM പണിക്കർ നമുക്ക് പിന്നെ പഠിക്കാണ്ടല്ലോ. എന്താണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും, കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കറാണ്. ഓക്കെ, സർദാർ KM പണിക്കരാണ്. പിന്നെ നമുക്ക് പഠിക്കാണ്ടല്ലോ, മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അതും സർദാർ KM പണിക്കരാണ്. അപ്പൊ സർദാർ KM പണിക്കർ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ എന്താണ്? സർദാർ KM പണിക്കറാണ് വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത്. വാസ്കോഡ ഗാമയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമ്മൾ പഠിച്ചു വെക്കട്ടെ. നോക്കിയോലോ. എന്നാണ് വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിൽ എത്തിയത്? 1498 മെയ് 20. 1498 മെയ് 20-നാണ് വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. അത് വാസ്കോഡ ഗാമയുടെ ആദ്യ കേരള സന്ദർശനം. ഒരു തവണയല്ല വാസ്കോഡ ഗാമ കേരളം സന്ദർശിച്ചത്. എത്ര തവണ സന്ദർശിച്ചിട്ടുണ്ട്? 3 തവണ വാസ്കോഡ ഗാമ കേരളം സന്ദർശിച്ചു. എത്ര തവണയാണ്? 3 തവണ. 1498-ലാണ് ആദ്യമായിട്ട് വന്നതെങ്കിൽ 1502-ലാണ് രണ്ടാമതായിട്ട് വന്നത്. അപ്പൊ രണ്ടാമതല്ലേ വന്നത്? 2. 1502 അത് അവിടെ കിട്ടും അല്ലേ. പിന്നെ അവസാനമായി വാസ്കോഡ ഗാമ 3 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അവസാനമായി വാസ്കോഡ ഗാമ കേരളം സന്ദർശിച്ച വർഷമാണ് 1524. 1524 ഡിസംബർ 24-ന് വാസ്കോഡ ഗാമ കേരളത്തിൽ വെച്ചിട്ടാണ് അന്തരിച്ചത്.
എന്ത് കാരണമാണ് അദ്ദേഹം അന്തരിച്ചതെന്ന് ചിലപ്പോൾ ചോദ്യം വരും. മലേറിയ ബാധിച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. എന്താണ്? മലേറിയ ബാധിച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ വാസ്കോ ഡ ഗാമ 1498, 1502, 1524 എന്നീ വർഷങ്ങളിൽ വാസ്കോ ഡ ഗാമ കേരളം സന്ദർശിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ തന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. ഓക്കെ, അത് PSCയുടെ ഒരു തന്ത്രമാണ്. 3 നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെച്ചോ. കാരണം ചോദ്യം വരും. താഴെ തന്നിരിക്കുന്നതിൽ വാസ്കോ ഡ ഗാമയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വർഷങ്ങളിൽ പെടാത്തത് ഏത്? ഒരു ചോദ്യം. പിന്നെയും 3 കുറെ പഠിക്കാണ്ട്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ 3 ആരൊക്കെയാണ്? പെറ്റ്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. അല്ലെ, 3 ആളുകളാണ് അംഗങ്ങൾ. അപ്പൊ ചോദ്യം വരും, താഴെ തന്നിരിക്കുന്നതിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളിൽ പെടാത്തത് ആര്? പിന്നെയും ചോദ്യം വരും, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളിൽ പെടാത്തത് ആര്? ആരൊക്കെയാണോ മലയാളി വനിതകൾ? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ ഈ ഭാഗം എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ആനി മസ്ക്രീൻ ആണ്, ആനി ബസന്റ് അല്ല. മിക്കവാറും ഓപ്ഷനിൽ ആരുണ്ടാവും? ആനി ബസന്റ് ഉണ്ടാവും. ഒരുപാട് കേട്ടുപരിചയമുള്ള പേര് ആനി ബസന്റ് ആയതുകൊണ്ട് എന്താ നമ്മൾ പോയിട്ട് ആനി ബസന്റിനെ കറുപ്പിക്കില്ല. കാരണം ആനി ബസന്റും അതിലൊരു അംഗമാവും. അപ്പോൾ ആരാണ്? ആനി മസ്ക്രീൻ. അധികം കേട്ടിട്ടില്ലാത്തൊരു പേരാണ്, അതുകൊണ്ട് അത് കറുപ്പിക്കുക. കാരണം ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയല്ല. അങ്ങനെയൊക്കെ വിചാരിക്കും. എന്താണ്? ആനി ബസന്റിന് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധമില്ല. ഓക്കെ, ആനി ബസന്റിന് ബന്ധമില്ല. ആനി മസ്ക്രീൻ ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായ മലയാളി വനിത. ഓക്കെ, മലയാളി വനിതകൾ 3 ആളുകളാണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? 17 മലയാളികൾ ഉണ്ടായിരുന്നു. അല്ലെ, എത്ര വനിതകൾ ഉണ്ടായിരുന്നു? ആദ്യം 17 വനിതകൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് വിഭജനത്തിന് ശേഷം 15 വനിതകളായി മാറി. ഓക്കെ, ഓർത്തു വെക്കാട്ടോ. ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ നമ്മൾ മുമ്പത്തെ റിവിഷനിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുമ്പുള്ള റിവിഷൻ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം മുമ്പത്തെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ 3 നിങ്ങൾ പഠിക്കണം. 1498, 1502, 1524. അതിൽ 1498 PSC കുറെ കാലമായിട്ട് പഠിച്ചു തുടങ്ങുന്ന എല്ലാവർക്കും കുറെ കാലമായിട്ട് നിങ്ങൾ PSC പഠിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ കേട്ടതായിരിക്കും. വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് 1498 മെയ് 20-നാണ്. ആ വർഷം നിങ്ങൾക്ക് ഓക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്, അതും ഞാൻ പറഞ്ഞു തന്നു. രണ്ടാമതാണെങ്കിൽ 1502, രണ്ടാമതല്ലേ സന്ദർശിച്ചത്, 1502. പിന്നെ ഒരേ ഒരു വർഷമല്ലേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതെന്താണ്? 1524-ലാണ്. 1524 ഡിസംബർ 24-നാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ വെച്ചിട്ട് മലേറിയ ബാധിച്ച് അന്തരിച്ചത്. 1524 അവിടെ ഒരു 24 ഉണ്ട്, ഡിസംബർ 24 ഇപ്പുറത്തും ഒരു 24 ഉണ്ട്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തു. 1524 ഡിസംബർ 24. ഓക്കെ, ഇനി വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താ? ഓക്കെ, വാസ്കോ ഡ ഗാമയുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 കപ്പലുകൾ പഠിക്കാണ്ട്. ഒന്ന് സെന്റ് ഗബ്രിയേൽ. അതെന്താണ്? വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. ഓക്കെ, സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ അറിഞ്ഞു തന്നെ പഠിക്കണേ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ചത് 3 കപ്പലിലും വാസ്കോ ഡ ഗാമക്ക് കാലിട്ട് നിൽക്കാൻ പറ്റില്ല. ഒരു കപ്പലിലേ വാസ്കോ ഡ ഗാമക്ക് വരാൻ പറ്റുള്ളൂ. ആ ഒരു കപ്പൽ ഏതാ? സെന്റ് ഗബ്രിയേൽ ആണ്. സെന്റ് ഗബ്രിയേൽ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു 2 കപ്പലുകൾ കൂടിയുണ്ട്. ആ കപ്പലുകൾക്ക് എന്താണ് റോള്? അത് പിൻഗാമികളാണ്. അല്ലെങ്കിൽ വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകൾ അല്ലേ? വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകളാണ് സെന്റ് റാഫേൽ ഡി ബെറിയോ. ഏതാണ്? സെന്റ് റാഫേൽ ഡി ബെറിയോ. സെന്റ് റാഫേൽ ഡി ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകൾ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ചത് മറക്കരുത്. 3 കപ്പലിലും കൂടെ വാസ്കോ ഡ ഗാമക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. ഒരു കപ്പലിലെ വാസ്കോ ഡ ഗാമ വരൂ. ആ ഒരു കപ്പൽ ഏതാണ്? വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാന്ന് വെച്ചാൽ സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ചത് സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ്. അപ്പൊ 1498 മെയ് 20-നാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. ഈ മെയ് 22-നാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് ജനിച്ചത്. 1772 അല്ലെ, 1772 മെയ് 22-നാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. അതുകൂടെ പഠിച്ചു വെക്കണേ. ഓക്കെ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് അല്ലെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാലും രാജാറാം മോഹൻ റോയ് ആണ്. പഠിച്ചു വെക്കണേ. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്ന് ചോദിക്കും. അതാരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തതാണ് രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. ആരാണ്? വില്യം ബെന്റിക് പ്രഭു. പഠിച്ചു വെക്കണേ. വില്യം ബെന്റിക് പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മെയ് 20 1498 മെയ് 20-നാണ് വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കോഴിക്കോട് കാപ്പാട് വന്നിട്ടാണ് കപ്പലിറങ്ങിയത്. 3 കപ്പലുകളുടെ പേര് നമ്മൾ പഠിച്ചു. സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, ഡി ബെറിയോ. ഓക്കെ, അതിൽ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. സെന്റ് ഗബ്രിയേൽ ആണ് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ. ഓക്കെ,
ഇനി വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് എന്ന് ചിലപ്പോൾ ചോദ്യം വരും. വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ, ഇല്ലേ, വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ എന്നൊക്കെയാവും ചോദ്യം വരിക. അതാരാണ്? അൽവാരോ ബെൻഹോവ് ആണ്. ആരാണ്? അൽവാരോ ബെൻഹോവ് ആണ് വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ആരാണ്? അൽവാരോ ബെൻഹോവ്. പിന്നെ നമുക്കൊരു ചോദ്യം വരും, ആദ്യ കേരള സന്ദർശനത്തിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നപ്പോൾ വാസ്കോഡ ഗാമ എത്ര ഇരട്ടി ലാഭവുമായിട്ടാണ് തിരിച്ചു പോയത് എന്ന് ചോദിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ 1000 രൂപയുമായിട്ടാണ് അദ്ദേഹം വന്നത്. ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കണം, 1000 രൂപയുമായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പൊ എത്ര ഇരട്ടി എന്നാവും ചോദ്യം വരിക. നിങ്ങൾ പോയിട്ട് ശതമാനം നോക്കരുത് കേട്ടോ. ഓക്കെ, ശതമാനം അല്ല ചോദ്യം, എത്ര ഇരട്ടി എന്നതാണ് ചോദ്യം വരിക. ഓക്കെ, അപ്പൊ എത്ര ഇരട്ടി ലാഭവുമായിട്ടാണ് അദ്ദേഹം പോയത് എന്ന് ചോദ്യം വന്നാൽ 60 ഇരട്ടി ലാഭവുമായിട്ടാണ് പോയത്. അദ്ദേഹം 1000 രൂപയുമായി വന്നെങ്കിൽ 60,000 രൂപ അദ്ദേഹം കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ 60 ഇരട്ടി ലാഭവുമായിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. അത് പഠിച്ചു വെക്കണം. വാസ്കോഡ ഗാമ 60 ഇരട്ടി ലാഭമാണ് ഇന്ത്യയിൽ വന്നിട്ട് ഉണ്ടാക്കിയത്. എത്രയാണ്? 60 ഇരട്ടി ലാഭം. 60 ഇരട്ടി ലാഭം. ഓക്കെ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ആദ്യ യൂറോപ്യൻ ആണ് വാസ്കോഡ ഗാമ, അല്ലെ? അതല്ലേ ഏറ്റവും ബേസിക് പോയിന്റ്സ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വാസ്കോഡ ഗാമയാണ്, അല്ലേ? ആദ്യ യൂറോപ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്, പിന്നെ വന്നത് ബ്രിട്ടീഷുകാരും, പിന്നെ വന്നത് ഫ്രഞ്ചുകാരുമാണ്. ഓക്കെ, അത് ഓർഡറിൽ എങ്ങനെ പഠിക്കാം? ഒരു കോഡില്ലേ, പോഡ ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ എന്ന് ഓർത്താൽ നമുക്ക് പഠിച്ചൂടെ? ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, പിന്നെ വന്നത് ഡച്ചുകാരാണ്, പിന്നെ വന്നത് ബ്രിട്ടീഷുകാരും, പിന്നെ വന്നത് ഫ്രഞ്ചുകാരും. ഇങ്ങനെ പഠിച്ചു വെച്ചൂടെ? പോഡ ബീഫ് ഫ്രൈ. അപ്പോൾ ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ക്രമമാണ് ഇത്. പോഡ ബീഫ് ഫ്രൈ, ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ക്രമം. അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ഇനി അവിടെ ഡൗട്ട് വരാനുള്ള വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് പോർച്ചുഗീസുകാരാണ്. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, ചിലപ്പോൾ ഒരു ചോദ്യം വരും, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ, അല്ല കടൽ മാർഗം എന്ന് വരില്ല, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ, കടൽ മാർഗം അല്ലല്ലോ, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്നൊരു ചോദ്യം വരും. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ, താഴെ ആദ്യത്തെ ഓപ്ഷനിൽ ആരുണ്ടാവും? പോർച്ചുഗീസുകാരുണ്ടാവും. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണം എന്ന് PSC വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ മാക്സിമം കൺഫ്യൂഷൻ കൊടുത്തിട്ടുണ്ടാവും. ആദ്യത്തെ 2 ഓപ്ഷനിൽ കൺഫ്യൂഷൻ തരാൻ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോർച്ചുഗീസ് എന്ന് വായിക്കുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ആര് കിടക്കുന്നുണ്ടാവും? അറബികൾ. D ഓപ്ഷനിലാണ് അറബികൾ കിടക്കുന്നുണ്ടാവുക. അറബികളിലേക്ക് നമ്മുടെ കണ്ണ് പോവുകയല്ല, അതിന് മുമ്പ് തന്നെ ആരെ കാണും? പോർച്ചുഗീസുകാരെ കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെ, പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ പോർച്ചുഗീസുകാരാണ്. അല്ല, തെറ്റാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഓക്കെ, പഠിച്ചു വെക്കണേ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ആദ്യ വിദേശികൾ അറബികളാണ്. കടൽ മാർഗം അല്ല, കടൽ മാർഗം എന്ന് ചോദിക്കില്ല, കടൽ മാർഗം യൂറോപ്യന്മാരെ ചോദിക്കുള്ളൂ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന് ചോദ്യം വന്നാൽ അതാണ് അറബികൾ. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളും യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരും. ഇന്ത്യയിൽ നിന്നും അവസാനം തിരിച്ചുപോയ യൂറോപ്യന്മാരും പോർച്ചുഗീസുകാരാണ്. ഇനി തിരിച്ചുപോയ ക്രമം പഠിക്കണോ? നമ്മൾ വന്ന ക്രമമാണ് ഇങ്ങനെ പഠിച്ചത്. പോഡ ബീഫ് ഫ്രൈ എന്താണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ എന്ന് പഠിച്ചത് ഏതാണ്? വന്ന ക്രമമാണ്. അപ്പൊ തിരിച്ചുപോയ ക്രമം നമുക്ക് എങ്ങനെ പഠിക്കാം? ഡാ ബി ഫേ പോ. ആദ്യം പോയത് ഡച്ചുകാരാണ്. ഓക്കെ, ഡച്ചുകാരാണ് ആദ്യം പോയത്. ഡാ ബി ഫേ പോ, ഡാ ബി ഫേ പോ. ഓക്കെ, ഡാ ബി ഫേ പോ. അവസാനം പോർച്ചുഗീസുകാരാണ്. ഡാ ആദ്യം ഡച്ചുകാരാണ്, ബി ബ്രിട്ടീഷുകാരാണ്, ഫേ ഫ്രഞ്ചുകാരാണ്, പിന്നെ പോർച്ചുഗീസുകാരാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഓക്കെ, വാസ്കോഡ ഗാമ കേരളം സന്ദർശിച്ച 3 വർഷങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. ആ 3 കപ്പലുകളുടെ പേരും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ആ 3 കപ്പലുകളും നിങ്ങൾ തീർച്ചയായും പഠിക്കണം. ഏതൊക്കെയാണ് ആ 3 കപ്പലുകൾ? സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, ദിബെറിയോ എന്നതാണ് 3 കപ്പലുകൾ. ആരാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് എന്നൊരു ചോദ്യം വരും. ആരാണ്? മാനുവൽ രാജാവാണ്. ഡോം മാനുവൽ രാജാവാണ് ആരാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. അദ്ദേഹം എന്താണ് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചതാണ് സർദാർ KM പണിക്കർ. ഓക്കെ, അപ്പൊ അതങ്ങനെ പഠിച്ചു വെക്കുക. വാസ്കോഡ ഗാമയായിട്ട് ഏകദേശം പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആണല്ലോ. പിന്നെ വാസ്കോഡ ഗാമ 1524 ഡിസംബർ 24 ഇവിടെ വെച്ച് കേരളത്തിൽ വെച്ചിട്ടാണ് അന്തരിച്ചത്. അപ്പൊ എവിടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്? ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. ആദ്യം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് എവിടെ? അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പിന്നെ എടുത്തുകൊണ്ടുപോയി വേറെ സ്ഥലത്ത് അടക്കം ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. എവിടെയാണ്? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം കൊണ്ടുപോയി എന്താണ്
അടക്കം ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. എപ്പോഴാണ്? 1524 ഓക്കെ. പിന്നീട് 1539 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എപ്പോഴാണ്? 1539. ആ വർഷം ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവില്ല, ചിലപ്പോൾ വർഷം ചോദിക്കും. ഏത് വർഷമാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത്? അവിടെ കൊണ്ടുപോയി ഏത് ചർച്ചിലാണ് അടക്കിയത്? ജെറോണിമസ് കത്തീഡ്രൽ. എവിടെയാണ്? ജെറോണിമസ് കത്തീഡ്രൽ. എവിടെയാണ്? ജെറോണിമസ് കുറച്ച് കൊടുക്കാനുള്ള പേരാണ് അല്ലേ, കുറച്ച് ടഫുള്ള പേരാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യും. എവിടെയാണ്? ജെറോണിമസ് കത്തീഡ്രൽ. ജെറോണിമസ് കത്തീഡ്രൽ. എവിടെയാണ്? ജെറോണിമസ് കത്തീഡ്രൽ. ജെറോണിമസ് കത്തീഡ്രൽ എവിടെയാണ്? പോർച്ചുഗലിലെ ജെറോണിമസ് കത്തീഡ്രൽ എന്ന പള്ളിയിലാണ് അടക്കം ചെയ്തത്. ഓക്കെ. ഇനി വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് 1498 മെയ് 20 എന്ന് നമ്മൾ പഠിച്ചു. വാസ്കോ ഡ ഗാമ എവിടെ നിന്നുമാണ് യാത്ര തിരിച്ചത്? ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത്. എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു. അപ്പോൾ ഒരു ചോദ്യം വരും, വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വർഷം ഏതാണ്? നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ തരും 1498, അല്ലെങ്കിൽ എന്ത് തരും? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും 1498 ലിസ്ബണിൽ നിന്നും വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത്. അതെന്താണ്? തെറ്റാണ്. വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത് 1497. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതുവരെ ആരും ഇങ്ങോട്ടുള്ള റൂട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ത്യയിലേക്കുള്ള റൂട്ട് കടൽ മാർഗം കറക്റ്റായിട്ട് ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങനെയാണ് വന്നു കയറാനൊന്നും പറ്റില്ലല്ലോ, കാരണം അത് കണ്ടുപിടിച്ച് വരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒരു കൊല്ലം എടുത്തു നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? ലോജിക്കലി ആലോചിച്ച് അറ്റൻഡ് ചെയ്തൂടെ? അപ്പോൾ 1497 അവിടെ നിന്നും യാത്ര തിരിച്ച വാസ്കോ ഡ ഗാമ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. അപ്പോൾ അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? വാസ്കോ ഡ ഗാമ ക്ലിയർ ആയല്ലോ. പിന്നെ ആരാണ്? അൽവാരോ വെൻഹോവ് ആണ്. വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. ഇത്ര കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാം. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് തെറ്റുണ്ടാവുമല്ലോ. ആദ്യം കൈഗ ആണവ നിലയം എവിടെയാണ്? ഉത്തർപ്രദേശ്. അത് തെറ്റാണ് അല്ലേ? അത് തെറ്റല്ലേ? അറിയില്ലേ? കൈഗ ആണവ നിലയം എവിടെയാണ്? കൈഗ കർണാടകയിലാണ് അല്ലേ? കൈഗ കർണാടക. നറോറ കർണാടക. നറോറ കർണാടകയിലല്ല, കൈഗയാണ് കർണാടകയിൽ. അപ്പോൾ അതും തെറ്റി. കോട്ട റാവത്ത് ഭട്ട് രാജസ്ഥാൻ. കോട്ട റാവത്ത് ഭട്ട് രാജസ്ഥാൻ. ഈ രാജാവിനല്ലേ കോട്ട ഉണ്ടാവുക? രാജാവിനല്ലേ കോട്ട ഉണ്ടാവുക? അപ്പോൾ അത് കറക്റ്റ് അല്ലേ? അത് വെച്ച് കണക്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയില്ലേ? രാജാവിനാണ് കോട്ട ഉണ്ടാവുക. കോട്ട റാവത്ത് ഭട്ട്. നമ്മൾ കോട്ട വെച്ചിട്ട് വേറെയും പഠിച്ചു അല്ലേ? കോട്ട അല്ലേ? എന്താണ്? ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായൽ. എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് ശാസ്താംകോട്ട കായൽ. കോട്ടക്ക് നമ്മൾ എഫ്, ഫോർട്ട്. കോട്ടക്ക് ഫോർട്ട് എന്നല്ല ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ അത് വെച്ചിട്ട് എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് ശാസ്താംകോട്ട കായൽ. ഓക്കെ, ശാസ്താംകോട്ട കായൽ എഫ് ആകൃതി. ഇന്ത്യയുടെ ആകൃതി ഏതാ? ഇന്ത്യയുടെ ആകൃതി പൂക്കോട് തടാകം അല്ലേ? ഇന്ത്യയുടെ ആകൃതി പൂക്കോട് തടാകം. ഹൃദയത്തിന്റെ ആകൃതി ഏതാ? മേപ്പാടി കായൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മേപ്പടി കായൽ എന്ന് പറഞ്ഞു പോയി. മേപ്പടി കായൽ അല്ല, അതൊരു കമന്റ് ചെയ്യാൻ കണ്ടു. മേപ്പാടി കായലാണ് മേപ്പാടി കായൽ. ഓക്കെ, അപ്പോൾ ഹൃദയത്തിന്റെ ആകൃതി മേപ്പാടി കായലും ഇന്ത്യയുടെ ആകൃതി പൂക്കോട് തടാകം. പിന്നെ ഒന്നും കൂടി ഉണ്ട്, പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ ഏതാണെന്ന് വെച്ചാൽ അഷ്ടമുടി കായലാണ്. പനയോല, നീരാളി ഞാൻ വരച്ച് കാണിച്ചു തന്നല്ലേ? ഈ പനയുടെ മുടി പോലെയല്ലേ അതിന്റെ ഓല ഇരിക്കുന്നത്? അപ്പോൾ അത് വെച്ചിട്ട് കണക്ട് ചെയ്താൽ പനയോല, നീരാളി എന്നിവയുടെ ആകൃതിയിൽ ഏതാണ്? അത് അഷ്ടമുടി കായലാണ്. മുടി വെച്ച് കണക്ട് ചെയ്യണേ. പിന്നെ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നതും അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയി. അപ്പോൾ ഇവിടെ ശരി ഏതാണ്? കോട്ട റാവത്ത് ഭട്ട് ശരിയാണ്. കൂടംകുളം മഹാരാഷ്ട്ര അത് തെറ്റാണ്. ഇനി ഞാൻ പറഞ്ഞുതരാം, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഏത് പഠിച്ചു? കൈഗ ആണവ നിലയം. കൈഗയിലൊരു കാലില്ലേ? കൈകയത്തെ ഈ കാ വെച്ചിട്ട് കൈഗ അല്ലെങ്കിൽ കൈഗ എന്ന് പഠിക്കുന്നതിന് പകരം കൈദി സിനിമ അല്ലേ? കൈദി സിനിമ ആലോചിച്ചിട്ട് അദ്ദേഹം ഒരു കർണാടകക്കാരനാണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു വെക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ സിനിമ ആലോചിക്കണ്ട. സിനിമയിൽ അദ്ദേഹം തമിഴ്നാടൊക്കെ ആയിരിക്കും. നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട, അദ്ദേഹം കർണാടകക്കാരനാണ് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? അതൊരു ട്വിസ്റ്റ് ആണ്. അതിന്റെ 2 വരുമ്പോൾ അതിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ ഇപ്പം തന്നെ കഥ പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. എങ്ങനെയും നിങ്ങൾ ഓർത്ത് വെക്കണേ, അദ്ദേഹം കർണാടകക്കാരനാണ്. എന്താണ്? കൈദി സിനിമയിൽ ആരാണ്? കാർത്തി കർണാടകക്കാരനാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, കൈദി കർണാടക. അപ്പോൾ കൈഗ കർണാടക, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വെക്കണേ. അപ്പോൾ കാ വെച്ചിട്ട് കർണാടകയാണ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കൈഗ കർണാടക. ഓക്കെ, കൈഗ കർണാടക. നറോറ. ഓക്കെ, നറോറ എവിടെയാണ്? നറോറ ഇവിടെ കൊടുത്തിട്ടുള്ളത് നറോറ കർണാടക എന്നാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണ്. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നറോറ ഉത്തർപ്രദേശ്. നറോറ അവിടെ 2 വട്ടം റാ എന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് റാ വരുന്ന കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. 6 അല്ലേ? പയറു വർഷം 2016. ഗാർഹിക പീഡനം 6 അല്ലെ? ഗാർഹിക പീഡന നിരോധന നിയമം 2006 2006. അങ്ങനെ ഓരോന്നിനും ഓരോ ഇറ് വെച്ചിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇറ് വെച്ചുള്ള ഈ കണക്ഷൻ വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കും. നറോറ ഉത്തർ
ഉത്തർ ഇർ വെച്ചിട്ട് കണക്ട് ചെയ്യുക. കുറേ ഇർ ആലോചിച്ച് വെച്ചോ. ഓക്കെ, കുറേ ഇർ ആലോചിച്ച് എന്താണ് ഉത്തർ ഇർ റ നറോറ 2 വട്ടം റ അവിടെ വരുന്നുണ്ട്. ഉത്തർപ്രദേശിലാണ് നറോറ, ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഏതൊക്കെ പഠിച്ചു? കൈക കർണാടക. ഇനി നിങ്ങൾക്ക് കോഡ് വെച്ച് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അത്ര തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോയിട്ട് ഇത് നിർത്തുള്ളൂ. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൂടെ വരിക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കാണാതെ പഠിച്ചു പോവുക. കൈക കർണാടക, കൈക കർണാടക. നറോറ ഉത്തർപ്രദേശാണ്, നറോറ ഉത്തർപ്രദേശാണ്. കക്രപ്പാറ എവിടെയാണ്? കക്രപ്പാറ, കക്രപ്പാറ, കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്തിലാണ്, ഗുജറാത്ത്. ഓക്കെ, കക്രപ്പാറ ഗുജറാത്തിലാണ്, കക്രപ്പാറ ഗുജറാത്ത്. കൈക കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഒന്നുകൂടെ വരുമോ? കൈക കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഒരു വട്ടം കൂടെ. കൈക കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഞാൻ പറഞ്ഞു രാജാവിന്റെ കോട്ടയാണ്. അപ്പൊ കോട്ട റാവത് ഭട്ട്, കോട്ട റാവത് ഭട്ട്, കോട്ട റാവത് ഭട്ട് എവിടെയാണ്? രാജസ്ഥാനിലാണ്, രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാൻ. രാജാവിന്റെ കോട്ട, രാജാവിന്റെ കോട്ട. അത് വെച്ച് കണക്ക് ചെയ്തൂടെ? രാജാവിന്റെ കോട്ടയാണ്, രാജാവിന്റെ കോട്ട. അപ്പൊ കോട്ട റാവത് ഭട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്. കോട്ട റാവത് ഭട്ട് രാജസ്ഥാനിലാണ്. അപ്പൊ അതും കിട്ടി. അപ്പൊ ഏതൊക്കെ കിട്ടി? കൈക കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, കോട്ട റാവത് ഭട്ട് രാജസ്ഥാൻ. ഒരു വട്ടം കൂടെ വരാം. കൈക കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, കോട്ട റാവത് ഭട്ട് രാജസ്ഥാൻ. കൈക, കൈതി വെച്ചിട്ട് കർണാടക കണക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ കിട്ടും കൈക കർണാടക. ഇപ്പൊ നിങ്ങൾക്ക് ഫിക്സ് ആയല്ലോ, കൈക കർണാടകയാണെന്ന് കിട്ടിയല്ലോ. കൈക കർണാടകയല്ലേ, കൈക കർണാടകയല്ലേ. ഞാൻ ഇത്രയും തവണ അത് റിപ്പീറ്റ് പറയുമ്പോൾ അറിയാണ്ടെങ്കിൽ വെറുത്തിട്ടെങ്കിലും ഇത് നിങ്ങളുടെ ഉള്ളിൽ കയറിക്കോളൂ കേട്ടോ. ഓക്കെ, അത് ചെവിയിൽ തന്നെ അങ്ങനെ ഇരുന്നോളും, അടങ്ങിയിരുന്നോളും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പറയുന്നത്. അപ്പൊ കൈക കർണാടക, കൈക കർണാടക, കൈക കർണാടക, കൈക കർണാടക. കക്രപ്പാറ ഗുജറാത്ത്, കക്രപ്പാറ ഗുജറാത്ത്, കക്രപ്പാറ ഗുജറാത്ത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ബ്രെയിൻ പാലസിന്റെ ഉള്ളിൽ ഈ സാധനം കയറി പറ്റും. ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പാലസിന്റെ ഉള്ളിലേക്ക് ഇത് കയറും. നിങ്ങളുടെ ബ്രെയിൻ പാലസ് അവിടെ എക്സാമിന് പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കക്രപ്പാറ 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 കുറേ വട്ടം നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ ഇട്ട് ബ്രെയിൻ അതിനിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ബ്രെയിൻ പാലസ് അതിങ്ങനെ പുറത്തേക്ക് ഇട്ട് തരും. ഓക്കെ, അത് ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു വർക്കാണ്. അപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നോ ഞാൻ പറയുന്നത്. അപ്പൊ കൈക കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. കൈക കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. കോട്ട റാവത് ഭട്ട് രാജസ്ഥാൻ, കോട്ട രാജസ്ഥാൻ. അതെന്തായാലും കിട്ടും. കോട്ട രാജാവിന്റെ കോട്ടയാണ് അല്ലേ. അപ്പൊ കോട്ട റാവത് ഭട്ട് രാജസ്ഥാനാണ്, കോട്ട റാവത് ഭട്ട് രാജസ്ഥാൻ. അപ്പൊ ഏതൊക്കെ പഠിച്ചു? കൈക കർണാടക, നറോറ, കോട്ട റാവത് ഭട്ട്. കൂടംകുളം കൽപ്പാക്കം രണ്ടെണ്ണം ഉണ്ട്. കൂടംകുളം കൽപ്പാക്കം, കൂടംകുളം കൽപ്പാക്കം രണ്ടും ഒപ്പം പഠിച്ചു വെച്ചോ. ഞാൻ പറഞ്ഞ് എഴുതണമെന്നില്ല, ഞാൻ പറഞ്ഞു പഠിപ്പിക്കാം. കൂടംകുളം കൽപ്പാക്കം, കൂടംകുളം കൽപ്പാക്കം, കൂടംകുളം കൽപ്പാക്കം. രണ്ടും ഒരു സ്ഥലത്താണ്, അതുകൊണ്ടാണ് ഒപ്പം പറയുന്നത്. കൂടംകുളം കൽപ്പാക്കം, കൂടംകുളം കൽപ്പാക്കം. എന്താണ് കൽപ്പാക്കം? കൽപ്പാക്കം. നമ്മൾ തമിഴിൽ ഇങ്ങോട്ട് പാടാൻ എങ്ങനെ പറയാം? നീ ഇന്ത പക്കം പാടാ അല്ലേ. മറ്റേ എന്താണ് പാണ്ടിപ്പട സിനിമയിലുണ്ടല്ലോ, നീ അന്ത പക്കം പോടാ, നീ ഇന്ത പക്കം പോടാ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ കുറേ എണ്ണത്തിലായില്ലേ പാണ്ടിപ്പടയുടെ കോഡ് പറയുന്നു. ഓക്കെ, അപ്പോൾ പാണ്ടിപ്പട വെച്ചിട്ട് തന്നെ വലിച്ചാൽ മതി. ആ സിനിമയിലല്ലേ ആ ഡയലോഗ്, നീ ഇന്ത പക്കം പോടാ, നീ അന്ത പക്കം പോടാ, ഡേ നീ ഇന്ത പക്കം പോടാ എന്നൊക്കെ. അപ്പോൾ അതിലൊക്കെ എന്താണ് പക്കം, ഇന്ത പക്കം, അന്ത പക്കം. എന്താണ് ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞാൽ ഇന്ത പക്കം വാടാ, അങ്ങനെയല്ലേ. ഇങ്ങോട്ട് വാന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഇന്ത പക്കം വാടാ, അങ്ങനെയല്ലേ തമിഴിൽ പറയാം. അപ്പോൾ ഇന്ത പക്കം, അന്ത പക്കം, ഈ പക്കം 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 ഏതെല്ലാം അതൊക്കെ തമിഴിൽ വരുന്നതാണ്. ഓക്കെ, പക്കം പക്കം പക്കം. ഓക്കെ, അപ്പോൾ പക്കം 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 എന്നുള്ളത് ഏതിലാണ്? തമിഴാണ്. ഇന്ത പക്കം, അന്ത പക്കം അതൊക്കെ ഏതിലാണ്? തമിഴിൽ വരുന്നതാണ്. അപ്പോൾ തമിഴ്നാടാണ്. കൂടംകുളം കൽപ്പാക്കം, കൽപ്പാക്കം അവിടെ ഒരു പക്കല്ലേ. അപ്പോൾ പാക്കം എന്നല്ല പക്കം എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. കൂടംകുളം കൽപ്പാക്കം എന്നിവ തമിഴ്നാടാണ്. കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്, കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്. ഓക്കെ, ഇനി താരാപൂർ ജയ്പൂർ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. താരാപൂർ ജയ്പൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. താരാപൂർ ജയ്പൂർ മഹാരാഷ്ട്ര, താരാപൂർ ജയ്പൂർ മഹാരാഷ്ട്ര. ഒരു 5 വട്ടം ഞാൻ പറയട്ടെ. താരാപൂർ ജയ്പൂർ മഹാരാഷ്ട്ര. ബാക്കി 4 വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യോ പ്ലീസ്. താരാപൂർ ജയ്പൂർ മഹാരാഷ്ട്ര, താരാപൂർ ജയ്പൂർ മഹാരാഷ്ട്ര, താരാപൂർ ജയ്പൂർ മഹാരാഷ്ട്ര, താരാപൂർ ജയ്പൂർ മഹാരാഷ്ട്ര. സെറ്റ് അല്ലേ? അപ്പോൾ ഏതൊക്കെ പഠിച്ചു? കൈക. ഇനി നിങ്ങൾ പറയും കൈക പോരട്ടെ. കർണാടക, കൈക കർണാടക. ഇപ്പൊ കിട്ടുന്നില്ലേ? കൈക കർണാടക. നറോറ, നറോറ റ റ റ ഉത്തർപ്രദേശാണ്. ഓക്കെ, നറോറ ഉത്തർപ്രദേശ്. കക്രപ്പാറ, കക്രപ്പാറ ഗുജറാത്താണ്, കക്രപ്പാറ ഗുജറാത്ത്. കോട്ട റാവത് ഭട്ട് കേട്ടതും കിട്ടി. കോട്ട, കോട്ട രാജസ്ഥാൻ, രാജാവിന്റെ കോട്ട, കോട്ട റാവത് ഭട്ട്. കൂടംകുളം കൽപ്പാക്കം, നീ ഇന്ത പക്കം വാടാ, നീ അന്ത പക്കം പോടാ. അപ്പൊ അതെന്താണ്? തമിഴ്നാട്. നീ ഇന്ത പക്കം അന്ത പക്കം ഒക്കെ തമിഴ്നാട്. നമ്മൾ തമിഴ് വെച്ചിട്ടൊക്കെ ഒരുപാട് കണക്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ. സിന്നബാർ മെർക്കുറി അങ്ങനെ ഒരുപാട് കണക്ഷൻസ് തമിഴ് വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തമിഴ് കുറച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോഡുകൾ PSC ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടംകുളം കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാടാണ്. കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്.
പിന്നെ ഏത് പഠിച്ചു, ലാസ്റ്റ് ആയിട്ട് ഏതാ പഠിച്ചു, കൂടംകുളം കൽപ്പാക്കം കഴിഞ്ഞിട്ട് താരാപൂർ ജയ്പൂർ അല്ലേ, താരാപൂർ ജയ്പൂർ മഹാരാഷ്ട്ര. അതുകൂടെ പഠിച്ചാൽ പോരെ, താരാപൂർ ജയ്പൂർ മഹാരാഷ്ട്ര, താരാപൂർ ജയ്പൂർ മഹാരാഷ്ട്ര. കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, കോട്ട റാവത്ത്പട്ട് രാജസ്ഥാൻ, കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്, താരാപൂർ ജയ്പൂർ മഹാരാഷ്ട്ര. ഫിക്സ് അല്ലേ, സെറ്റ് അല്ലേ? ഇനി ആ ചോദ്യം വന്ന പോലല്ലോ. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. വാട്ട് എ ബ്യൂട്ടി. ഒന്ന് തെറ്റി. ഓക്കെ, അപ്പോൾ ഒന്ന് മാത്രം ശരി പോയി, 3 ശരി പോയി. അപ്പോൾ 2 ഓപ്ഷൻ അവിടെ പോയല്ലോ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. അതെന്താണ്? ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. 2 ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് AK ഗോപാലൻ ആണോ? അല്ല. അതാരാണ്? അതാണ് മന്നത്ത് പത്മനാഭൻ. അപ്പോൾ അതും തെറ്റി. ഓക്കെ, അപ്പോൾ ഏതാണ് ശരി? 2 മാത്രം ശരി. 2 മാത്രം ശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്? ആരാണ്? മന്നത്ത് പത്മനാഭനും. സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ K കേളപ്പനുമാണ്. അതുപോലെ തന്നെ ഇവിടെയും K കേളപ്പനുണ്ട്. മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ അല്ല, K കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K കേളപ്പനാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. അവിടെ ചോദ്യം വരെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് താഴെ ഉണ്ടാവും. TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, AK ഗോപാലൻ. ഓക്കെ, എന്താണ് വൈക്കം സത്യാഗ്രഹത്തിന്? കാരണം കൺഫ്യൂഷൻ വരെ ഒരുപാട് പോയിന്റ്സ് അവിടെ ഉണ്ട്. ഇപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് താഴെ കൊടുത്തിട്ടാണ് TK മാധവൻ. നമുക്കൊരു കൺഫ്യൂഷൻ വരും. കാരണം എന്താ? വൈക്കം സത്യാഗ്രഹം അവിടെ ഉണ്ട്, വൈക്കം ക്ഷേത്രം, ഇവിടെ ഗുരുവായൂർ ക്ഷേത്രം. അപ്പോൾ അത് വെച്ചിട്ട് കണക്ഷൻ വരും. എന്തെങ്കിലും ആവശ്യമില്ലാത്ത കണക്ഷൻ ഉള്ളിലേക്ക് കയറിപ്പോകും. അപ്പോൾ എന്താണ്? TK മാധവൻ എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ്. അപ്പോൾ അത് പോയി. പിന്നെ ഏതാണ്? മന്നത്ത് പത്മനാഭൻ വരും. മന്നത്ത് പത്മനാഭൻ ഇവിടെ ഉണ്ട്, പക്ഷെ എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയതാണ് മന്നത്ത് പത്മനാഭൻ. പിന്നെ ഏതാണ്? AK ഗോപാലൻ വരും. AK ഗോപാലൻ എന്താണ്? വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാലാണ് AK ഗോപാലൻ അല്ലേ. എന്താണ്? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ AK ഗോപാലനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അധസ്ഥിതരുടെ പടത്തലവൻ ആര് എന്ന് ഞാൻ പറഞ്ഞു തന്നപ്പോൾ ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ. അധസ്ഥിതർ ആണ്ട്, അയ്യങ്കാളിയിലും ഒരു ആണ്ട്. പാവങ്ങളുടെ പടത്തലവൻ AK ഗോപാലനാണ്. പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലനാണ്. പഠിച്ചു വെക്കണേ. ഓക്കെ, അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം 1931. എന്തൊക്കെ പഠിച്ചു ഗുരുവായൂർ സത്യാഗ്രഹമായി ബന്ധപ്പെട്ട പോയിന്റ്സ്? നമുക്ക് ഇന്ന് ഏകദേശം എന്നോട് പലരും ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാറേ വർഷങ്ങൾ എനിക്ക് എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ല. കേരളത്തിലെ കുറേ വർഷങ്ങളുണ്ടല്ലോ അല്ലേ. 1697 അഞ്ചുതെങ്ങ് കലാപം, 1721 ആറ്റിങ്ങൽ കലാപം, 1723 വേണാട് ഉടമ്പടി, 1741 കുളച്ചൽ യുദ്ധം, 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപം, 800 മുതൽ 805 വരെ രണ്ടാം പഴശ്ശി കലാപം, 809 കുണ്ട്ര വിളംബരം, 812 കുറിച്യ കലാപം. അങ്ങനെ കുറേ വർഷങ്ങൾ നിങ്ങൾക്ക് പഠിക്കാല്ലേ. അപ്പോൾ അതൊന്നും കിട്ടുന്നില്ല പറയുന്നു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ. ഇങ്ങനെ ഒരുപാട് വർഷങ്ങളുണ്ട്. 1893 അതിൻ്റെ ഇടയിൽ ഒന്നുണ്ട്. എന്താണ്? വില്ലുവണ്ടി യാത്ര. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളുണ്ട്. ഒന്നും മനസ്സിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ആദ്യം തൊട്ട് ഇങ്ങോട്ട് വരിക, അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ച് പോട്ടെ. മെല്ലെ നമുക്ക് വരാം കേട്ടോ. ടെൻഷൻ ആവേണ്ട. നിങ്ങൾ മെല്ലെ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി. നിങ്ങളൊന്നും ഒരു എക്സ്ട്രാ വർക്കും ചെയ്യേണ്ട. കേൾക്കുക, പറയുക. പറ്റുകയാണെങ്കിൽ മെല്ലെയാണെങ്കിലും ഒന്ന് പറയാം. പതുക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉറക്കെ പറയുന്ന ഒന്നും ഞാൻ പറയുന്നില്ല. പതുക്കെ മനസ്സിലാണെങ്കിലും എൻ്റെ കൂടെ നിങ്ങളൊന്ന് പറയുക. ഞാൻ പറയുന്നത് അത്രയും കേൾക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർഷങ്ങൾ സെറ്റാവും. വർഷങ്ങളുടെ കാര്യത്തിൽ ടെൻഷനില്ല. കാരണം ചിലപ്പോൾ ചോദ്യം വരും താഴെ തന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന വർഷങ്ങൾ, വർഷങ്ങൾ എന്നല്ല, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ തെറ്റിക്കണ്ടല്ലോ, നമുക്ക് ശരിയാക്കി പോകണ്ടേ. അപ്പോൾ നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഇവിടെ എന്താണ്? വേണ്ട, നമുക്ക് ആദ്യം തൊട്ട് വരാം. എന്നിട്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പോയിന്റ്സ് പറയാം. അതോ ആദ്യം ഗുരുവായൂർ സത്യാഗ്രഹം പറയല്ലേ. അപ്പോൾ നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹമല്ലേ ചോദ്യം വന്നത്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതൃത്വം നൽകിയതാരാണ്? കേളപ്പനാണ്. മറക്കരുതേ, കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇത് രണ്ടുമാരാണ്? കേളപ്പൻ, കേരള ഗാന്ധി. അതിൽ നിന്നും ഈ രാ പോയ എന്തായി? കേള. അപ്പൊ കേള ഗാന്ധി. അപ്പൊ കേളപ്പൻ, കേരള ഗാന്ധി, കേളപ്പനാണ്. കേളയായില്ലേ. കേരളത്തെ രാ പോയി കഴിഞ്ഞാൽ കേള എന്നായി. അപ്പൊ എന്താണ്? കേളപ്പനാണ് അവിടെ കണക്ട് ചെയ്യുക. കേരള ഗാന്ധി കേളപ്പനാണ്. അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഒന്ന് നോക്കി നോക്ക്. സോറി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇത് നോക്ക്, 2 ഖാനിൽ ഇവിടെ ഒരു ഖാനുണ്ട്, ഇവിടെ ഒരു ഖാനുണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഈ അബ്ദുൽ ഗാഫർ എന്നുള്ളതിന്റെ അതിർത്തിയാണ് ഈ 2 ഖാനുകളും. അങ്ങനെ ആലോചിച്ചൂടെ?
രണ്ട് അതിർത്തികളില്ലേ? ഓക്കെ, ഈ അബ്ദുൽ ഗാഫർ എന്നതിന്റെ രണ്ട് അതിർത്തിയാണ് രണ്ട് ഖാൻമാർ. ഖാൻ ഇവിടെ ഒരു അതിർത്തി, ഇവിടെ വേറൊരു അതിർത്തി. അങ്ങനെ വെച്ച് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും? അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. മയ്യഴി ഗാന്ധി ആരാണ്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴിയിലും ആണ്ട്, മാസ്റ്ററിലും ആണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ മാസ്റ്റർ വെച്ച് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. മാസ്റ്റർ റാൽഫിച്ച് എന്നൊന്നും ചോദിക്കൂല. മയ്യഴി ഗാന്ധി മാസ്റ്റർ റാൽഫിച്ച് ഒന്നും ആവില്ലല്ലോ. എന്താണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരനാരാണ്? മാസ്റ്റർ റാൽഫിച്ചാണ്. അപ്പൊ അവിടെ മാസ്റ്റർ മാർഗദർശനം, നമുക്കറിയാം. നമുക്ക് മാർഗദർശനം തരുന്നതാരാണ്? നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നത്, നമുക്ക് മാർഗനിർദ്ദേശം തരുന്നതൊക്കെ ആരാണ്? ആരാണ്? മാസ്റ്റർമാരാണ്, നമ്മുടെ മാസ്റ്റർമാരാണ്, ഗുരുക്കന്മാരാണ്. അപ്പൊ മാസ്റ്റർ റാൽഫിച്ച് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ മാസ്റ്റർ റാൽഫിച്ചാണ്. പഠിച്ചു വെക്കണം. അപ്പൊ ഒരു പോയിന്റും കൂടിയായി. അപ്പൊ എന്താണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്താണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KK അളപ്പൻ. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും KK അളപ്പൻ. 2 പോയിന്റ് കിട്ടിയോ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? KK അളപ്പനാണ്. സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി, പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് ആരാ? മന്നത്ത് പത്മനാഭനാണ്. സെക്രട്ടറി KK അളപ്പനാണ്. അപ്പൊ ഏതൊക്കെ 3 പോയിന്റ്സ് കിട്ടി? ഒന്ന്, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നേതൃത്വം നൽകിയത് KK അളപ്പനാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും KK അളപ്പനാണ്. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. 3 പോയിന്റ് പഠിച്ചു. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലൻ. AKG ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ. അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്ര കാര്യങ്ങൾ നിങ്ങൾ അവിടെ പഠിച്ചു വെച്ചാൽ മതി. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഓരോ വർഷങ്ങൾ നോക്കിയിട്ട് വരിക. ആദ്യം 1697 ഒരു പ്രധാന സംഭവം ഉണ്ടായി. എന്താണ്? അഞ്ചുതെങ്ങ് കലാപം. എന്താണ് അതിന്റെ പ്രത്യേകത? കേരളത്തിൽ ഞാൻ കലാപങ്ങളെ പറ്റിയിട്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എങ്കിലും എല്ലാത്തിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ഞാൻ കൂടെ അങ്ങനെ പറഞ്ഞു തന്നു പോകും. കാരണം ഓരോ കലാപത്തിനും, ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം ദക്ഷിണേന്ത്യയിൽ ആദ്യം ഐത്തത്തിനെതിരായി നടന്ന സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം അല്ലേ? അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു പോവാം. അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. വെറുതെ കുറേ പോയിന്റ്സ് എന്നല്ല, ഇപ്പോൾ ആദ്യം തൊട്ട് പറയാനാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേണം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും കലാപങ്ങളുടെ ക്ലാസ് ഞാൻ ചെയ്യാം കേട്ടോ. ഈ എക്സാമുകളൊക്കെ ഒന്ന് കഴിയട്ടെ. എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു റിവിഷനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞുതരാം. 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപമാണ് കേരളത്തിൽ ആദ്യ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം. ശ്രദ്ധിക്കണം, ആദ്യ കലാപം. ആദ്യ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. നമുക്കറിയാം, ആറ്റിലേക്ക് നമ്മൾ സംഘടിച്ച് കുളിക്കാൻ പോകും. ഒറ്റക്ക് പോയിട്ട് ആറ്റിങ്ങിൽ കുളിച്ചിട്ട് വരില്ല, ഒളിച്ചു പോകും. ഓക്കെ, അപ്പൊ ആറ്റിലേക്ക് സംഘടിച്ച് കുളിക്കാൻ പോകുന്ന ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ആറ്റിങ്ങൽ കലാപമാണ് ആദ്യ സംഘടിത കലാപം. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷമാണ് 1697. ഒരു വർഷം കിട്ടി. അടുത്തത് ആദ്യ സംഘടിത കലാപമാണ് 1721 ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. പിന്നെ ഒരു പോയിന്റ് ഉണ്ട്, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? ഗിഫോർഡ് ആണ്. ഗിഫോർഡ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുള്ളൂ, പക്ഷേ പറയുന്ന പോയിന്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഒരുപാട് പോയിന്റ്സ് വേണമെങ്കിൽ എനിക്ക് പറയാം. ഇപ്പോൾ കുറേ പോയിന്റ്സ് ഉണ്ട്. ഗിഫോർഡ് ഉൾപ്പെടെ 141 ആളുകളാണ് മരണപ്പെട്ടത്. എന്നിട്ട് അവരുടെ ജഡം എടുത്തത് വാമനപുരം നദിയിലേക്കാണ് വലിച്ചെറിഞ്ഞത്. ഇതൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത് 8 വീട്ടിൽ പിള്ളമാരാണ്. അങ്ങനെ ഒരുപാട് പോയിന്റ്സ് എനിക്ക് പറയാം. പക്ഷേ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു പോയാൽ നിങ്ങളുടെ സമയം കുറേ പോകും. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ, എന്തായാലും വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ ഞാൻ ഇൻജെക്ട് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ 1697 ആദ്യ കലാപം. 1721 ആദ്യ സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരാണ്? ആരാന്ന് വെച്ചാൽ ആദിത്യവർമ്മ. ആറ്റിങ്ങൽ ആദിത്യൻ വെച്ച് കണക്ട് ചെയ്താൽ മതി. അപ്പൊ ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മ. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയതാരാ? അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് കോട്ട പണിയാൻ അനുമതി നൽകിയതാരാന്ന് വെച്ചാൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. ഓക്കെ, ആറ്റിങ്ങൽ ഉമയമ്മ റാണി. അപ്പോൾ ആറ്റിങ്ങൽ കലാപവുമായിട്ടല്ലേ ആറ്റിങ്ങൽ ഉമയമ്മ റാണിക്ക് ബന്ധം വേണ്ടതെന്നൊക്കെ ആലോചിക്കണ്ട. അഞ്ചുതെങ്ങ് കലാപവുമായിട്ടാണ് ആറ്റിങ്ങൽ ഉമയമ്മ റാണിക്ക് ബന്ധം. ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധമുണ്ട്, ഒരു കഥ ഉണ്ടല്ലോ. കാരണം എന്താണ്? ആദ്യം അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയതാരാ? ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. സ്വാഭാവികമായിട്ടും ദേശവാസികൾക്ക് ഇത് പറ്റില്ല. അങ്ങനെ അവർ സംഘടിച്ച് പിന്നെ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടായിരുന്നത്. പിന്നെ ഈ റാണിക്ക് എപ്പോഴും പാരിതോഷികങ്ങളുമായിട്ട് ആര് പോകുന്നുണ്ട്? ബ്രിട്ടീഷുകാർ പോകും. അതുമായിട്ട്
ബന്ധപ്പെട്ടിട്ടാണ് ആറ്റിങ്ങൽ കലാപം ഉണ്ടായത്. ഈ പാരിതോഷികങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കേണ്ട, പകരം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞങ്ങൾ കൊടുത്തോളാം. അങ്ങനെ ആദ്യം പറഞ്ഞതാണ്, വാണിംഗ് കൊടുത്തതാണ്. പിന്നെ ശേഷം പിന്നെയും പാരിതോഷികങ്ങളുമായിട്ട് പോകുന്നത് കണ്ടവർക്ക് നേരെ ഉണ്ടായ കലാപം, അങ്ങനെ അവരെ മുഴുവൻ വധിക്കുകയാണ് ചെയ്തത്. അതാണ് ആറ്റിങ്ങൽ കലാപം. ശരിക്കും ആറ്റിങ്ങൽ ഉമയമ്മ ഒരു ബന്ധമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ചോദ്യം വരും എന്താ, 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് ആര്? ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. അപ്പൊ 5 തെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721, വേണാട് ഉടമ്പടി 1723. 1723 3 വർഷങ്ങൾ കിട്ടിയോ? വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ എന്താണ്? മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? മാർത്താണ്ഡവർമ്മ. ഓക്കെ. അപ്പൊ 1697, 1721, 1723. 1697 5 തെങ്ങ് കലാപം. കൂടെ പറയണേ, നിങ്ങൾ കേട്ടിരുന്നാൽ ചിലപ്പോൾ പഠിയൂല. ജസ്റ്റ് ഒന്ന് മനസ്സിലെങ്കിലും പറയണം. നിങ്ങൾ ഉറക്കെ പറയൊന്നും വേണ്ട. ഉറക്കെ പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട. പക്ഷെ എന്തെങ്കിലും മനസ്സിലെങ്കിലും ഒന്ന് പറയണേ. അപ്പൊ 1697 5 തെങ്ങ് കലാപം, 1721 ആറ്റിങ്ങൽ കലാപം, 1723 വേണാട് ഉടമ്പടി. ഇനി പ്രധാനമായിട്ടും 1741 എന്താണ് 1741 ഉണ്ടായത്? 1741 കുളച്ചൽ യുദ്ധം അല്ലെ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പൊ 1741 കുളച്ചൽ യുദ്ധം. അപ്പൊ 1697 5 തെങ്ങ് കലാപം, 1721 ആറ്റിങ്ങൽ കലാപം, 1723 വേണാട് ഉടമ്പടി, 1741 കുളച്ചൽ യുദ്ധം. ഓക്കെ, കുളച്ചൽ യുദ്ധം വരെ ക്ലിയർ ആയി. ഇനി 1793 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം. 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം. ഒന്നാം പഴശ്ശി കലാപം. ഓക്കെ, ഒന്നാം പഴശ്ശി കലാപം. അവിടെ ചോദ്യം വരും, ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? പുരളിമല. ഏതാണ്? ഒന്നാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പുരളിമല. ഓക്കെ, പഴശ്ശി കലാപം. ഇനി പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം ചോദിച്ചാൽ അത് 1793 മുതൽ 1805 വരെയാണ്. ഇത് ഒന്നാം പഴശ്ശി കലാപം എന്ന് ചോദിച്ചാൽ മാത്രമാണ് ശ്രദ്ധിക്കണം. ഇനി 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം. ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ? അപ്പൊ പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം ചോദിച്ചാൽ ഇവർ തമ്മിലല്ലേ കണക്ഷൻ വരേണ്ടത്? ഓക്കെ, 793 ഇത് തുടങ്ങുന്നത്, 805 മൊത്തമായിട്ട് അവസാനിക്കുന്നത്. രണ്ടാം പഴശ്ശി കലാപം ഒക്കെ കൂട്ടിയിട്ട്. അപ്പൊ പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം 1793 മുതൽ 1805 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, TH ബാബർ, തോമസ് ഹാർവേ ബാബർ. നമുക്ക് എവിടെയാണ് മുടി ഉണ്ടാവുക? തലയിൽ മുടി. മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. തലയിലാണ് മുടി, തലശ്ശേരി. മുടി വെട്ടാൻ ബാർബർ വേണം, തോമസ് ഹാർവേ ബാബർ. അപ്പൊ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ തലയിൽ മുടി നാലേക്ക്. അപ്പൊ തലശ്ശേരി കിട്ടും. മുടി എന്തിനാണ്? ബാർബർ വെട്ടണ്ടേ? അപ്പൊ ബാർബർ എന്താണ്? തോമസ് ഹാർവേ ബാബർ. ഓക്കെ, തോമസ് ഹാർവേ ബാബർ ആണ്. TH ബാബർ, തോമസ് ഹാർവേ ബാബർ ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ. അപ്പൊ പഴശ്ശി കലാപം വരെ 1805 വരെ കിട്ടി. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് TH ബാബർ. ആരാണ് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ? ആർത്തർ വെല്ലസ്ലി ആണ് അല്ലെ? 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർത്തർ വെല്ലസ്ലിയാണ്. അദ്ദേഹമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ആർത്തർ വെല്ലസ്ലിയാണ്. അപ്പൊ 1697, 1721 സംഭവം പറയണ്ടേ, 1697 5 തെങ്ങ് കലാപം, 1721 എന്താ? അതെ, ആറ്റിങ്ങൽ കലാപം. 1723 വേണാട് ഉടമ്പടി, 1741 ഏതാണ്? കുളച്ചൽ യുദ്ധം അല്ലെ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി കലാപം. 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി കലാപം. അപ്പൊ അതുവരെ ക്ലിയർ ആയി. 1809 അല്ലെ? 1809 ജനുവരി 11 എന്താണ്? പ്രശസ്തമായ കുണ്ടറ വിളംബരം അല്ലെ? വേലുത്തമ്പി ദളവയാണ് നടത്തിയത് കുണ്ടറ വിളംബരം. ഡേറ്റ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. കുണ്ടറ വിളംബരം നടന്ന ഡേറ്റ് ചോദിക്കും, ഡേറ്റ് ഉൾപ്പെടെ ചോദിക്കും. അപ്പൊ 1809 ജനുവരി 11. 1809 ജനുവരി 11. 1809 ജനുവരി 11. 1809 ജനുവരി 11. അപ്പൊ അതും ക്ലിയർ ആയി. ഇനി 1812. ഈ 1812 കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഒന്നുകൂടി വരാം. 1812 എന്താണ്? കുറിച്യ കലാപം അല്ലെ? കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്ന എപ്പോഴാണ്? 1812.
കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ഏത് വിഭാഗങ്ങളാണെന്ന് ചോദിച്ചാൽ കുറിച്യരും കുറുമ്പരുമാണ്. കുറിച്യരും കുറുമ്പരും. തെറ്റായ നികുതി നയം, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു കാരണം. ആരാണ് നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ചോദിക്കാറുണ്ട്. ആരാണ് നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. തോമസ് വാർഡൻ. നമുക്കറിയാം നമ്മുടെ ഹോസ്റ്റലിലൊക്കെ ആരാണ് നികുതി നികുതിയല്ല എന്താ ഫൈൻ ഏർപ്പെടുത്തുക. നമുക്ക് ഹോസ്റ്റലിലൊക്കെ എന്തെങ്കിലും കുണ്ടാമണ്ടിത്തരം കാട്ടി നമുക്ക് എന്തുണ്ടാവും, ഫൈന് കിട്ടും. ഈ ഫൈൻ ആരാണ് ഏർപ്പെടുത്തുക, ഹോസ്റ്റലിൽ വാർഡനാണ്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുക, തോമസ് വാർഡൻ. ഓക്കെ, തോമസ് വാർഡൻ, അത് വെച്ച് കണക്ട് ചെയ്യുക. നികുതി. ഓക്കെ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്, കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. 1812 കുറിച്യ കലാപം. 1812 കുറിച്യ കലാപം. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി അഥവാ രാമനമ്പി. അവിടെ ഒരു കൺഫ്യൂഷൻ ഫാക്ട് ഉണ്ട്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി അല്ലെങ്കിൽ രാമനമ്പി. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആര് എന്ന് ചോദ്യം വന്ന അതാരാണ്, തലക്കൽ ചന്തുവാണ്. തലക്കൽ ചന്തുവാണ് രണ്ടാം. അവിടെ അതും ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്? ഒന്ന് കേരള സിംഹം, സർദാർ കെ എം പണിക്കർ. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അല്ലേ, കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ്. പിന്നെ ചോദ്യം വരും, രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആർത്തർ വെല്ലസ്ലിയാണ്. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ, തലയിൽ മുടിവെട്ടാൻ ബാർബർ, തോമസ് ഹാർവേ ബാബറാണ്. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? തലക്കൽ ചന്തുവാണ്. തലക്കൽ ചന്തുവാണ്. ഓക്കെ, എന്താണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാലാണ് രാമൻ നമ്പി അല്ലെങ്കിൽ രാമനമ്പി. കുറിച്യ കലാപം നടന്നത് 1812. ഇനി വർഷങ്ങൾ നോക്കാം. 1697 എന്താണ്, അഞ്ചുതെങ്ങ് കലാപം. 1697. 1721 ആറ്റിങ്ങൽ കലാപം. 1723 ഏതാണ്, വേണാട് ഉടമ്പടി. 1741 കുളച്ചൽ യുദ്ധം. 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപം. കേന്ദ്രം എവിടെയാണ്, പുരളിമല. രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം നിങ്ങൾ പറയും, വർഷം പറയും. 1800 മുതൽ 1805 വരെ. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം, വേലുത്തമ്പി തളവ. 1812 കുറിച്യ കലാപം. എന്താണ് മുദ്രാവാക്യം, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. നേതൃത്വം നൽകിയത് രാമൻ നമ്പി അല്ലെങ്കിൽ രാമനമ്പി. നികുതി ഏർപ്പെടുത്തിയത് തോമസ് വാർഡൻ. ഓക്കെ, അപ്പൊ അത്ര കാലങ്ങൾ 1812 വരെ സെറ്റായി. ഓക്കെ, ഇനി 1888 ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ശരിക്കും നവോത്ഥാനവുമായിട്ട് ബന്ധമുള്ളതാണ്, എന്നാലും അറിഞ്ഞു വെക്കണേ. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. സോറി, അതിന് മുമ്പ് ഒരെണ്ണം കൂടെ പഠിക്കാണ്ട്. 1859 ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ശരിക്ക്. എന്നാൽ ഇതെന്താണ്, ചാന്നാർ ലഹള നടന്ന വർഷമാണ് 1859. 1859 ചാന്നാർ ലഹള നടന്നത്. പക്ഷെ ഒരു ചോദ്യം വരും, ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷം എന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചാൽ അത് 1822. പഠിച്ചു വെക്കണേ, 1822 ഒന്നാം ചാന്നാർ ലഹള. അവിടെയാണ് വൈകുണ്ഠ സ്വാമികൾക്ക് ബന്ധമുള്ളത്. കാരണം ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരാണ്, വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ഡൗട്ടാണ്, 1859 നടന്നതാണ് ചാന്നാർ ലഹള. ഈ സമയത്ത് വൈകുണ്ഠ സ്വാമികൾ ജീവിച്ചിരിപ്പില്ല, പിന്നെ എന്താണ് അദ്ദേഹത്തിന് അവിടെ ബന്ധം എന്നൊരു ചോദ്യം പലരുടെയും മൈൻഡിൽ വരും അല്ലേ. അപ്പൊ അതെന്താണ്, ഒന്നാം ചാന്നാർ ലഹളയുമായിട്ടാണ് ആർക്ക് ബന്ധം, വൈകുണ്ഠ സ്വാമികൾക്ക് ബന്ധം. അതെന്താണ്, ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരാണ്, വൈകുണ്ഠ സ്വാമികളാണ്. അതൊരു ചോദ്യമാണ്, പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ചാന്നാർ ലഹള നടന്ന വർഷം, ഒന്നാം ചാന്നാർ ലഹള 1822. ഓക്കെ, ഒന്നാം ചാന്നാർ അങ്ങനെ എടുത്ത് ചോദിച്ചാൽ മാത്രം അത് ആൻസർ ചെയ്താൽ മതി. 1822 ഒന്നാം ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്ന വർഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ 1859. ഇനി നിങ്ങൾക്ക് കാലഗണനാ ക്രമത്തിൽ എഴുതാനൊക്കെ തന്നിട്ട് അതിൽ ചാന്നാർ ലഹള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1859. 1859 മാർക്കരുതേ, 1859 ചാന്നാർ ലഹള. ആരാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്? ഈ ചാന്നാർ ലഹളക്ക് വേറെയും പേരുകളുണ്ട് ഇല്ലേ, മാറുമറക്കൽ സമരം എന്നറിയപ്പെടുന്നതും ചാന്നാർ ലഹളയാണ് അല്ലേ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നതാണ് ചാന്നാർ ലഹള. അത് ആരാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്? ആരാണ്? ഉത്രം തിരുനാൾ. ഇദ്ദേഹത്തിന്റെ ഭരണകാലമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ്. കഥകളിയുടെ സുവർണ കാലഘട്ടം ഉത്രം തിരുനാളിന്റെ ഭരണകാലം. ഓക്കെ, അപ്പൊ 1859 ചാന്നാർ ലഹള നടന്നത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ജൂലൈ 26. ഓക്കെ,
ജൂലൈ 26-നാണ്. ജൂലൈ 26-നാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. ജൂലൈ 26-നാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. അപ്പോൾ 1859 ജൂലൈ 26-നാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. CPOന്റെ പരീക്ഷ ജൂലൈ 26-നല്ലേ? അല്ലേ? വുമൺ CPO ജൂലൈ 19-ഉം CPOന്റെ പരീക്ഷ ജൂലൈ 26 അപ്പോൾ പഠിച്ചു വെക്കാലോ, അങ്ങനെയെങ്കിലും ഓർത്തു വെക്കുക. ഓക്കെ, CPOന്റെ പരീക്ഷക്കൊക്കെ വന്ന ആൻസർ ചെയ്യണേ. 1859 ജൂലൈ 26-നാണ് എന്താണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് അല്ലെങ്കിൽ നൽകിയത്. ആരാണ് നൽകിയത്? ഉത്രം തിരുനാളാണ്. അപ്പോൾ താറുമാറ് അല്ലേ, താറുമാറ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ആറുമാറെന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കും. അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ആറുമാറ് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കോ. 6 മാറ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 6 മാറ് എന്ന് ആലോചിച്ചാൽ 6 മാറ്. അപ്പോൾ 26-ലാണ് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പോൾ വർഷങ്ങൾ ഏതൊക്കെ പഠിച്ചു? 1697 അഞ്ചുതെങ്ങ് കലാപം, 1721 ഏതാണ്? ആറ്റിങ്ങൽ കലാപം, 1723 ഏതാണ്? 23 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി 1723. 1741 ഏതാണ്? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി കലാപം. 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി കലാപം. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. 1812 ഏതാണ്? കുറിച്യ കലാപം. 1812 കുറിച്യ കലാപം. 1822 ഒന്നാം ചാന്നാർ ലഹള. അങ്ങനെ ചോദിച്ചാൽ മാത്രം 1826. ചാന്നാർ ലഹള 1859. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എല്ലാത്തിൻ്റെ ഇടയിൽ ഞാൻ ഈ അരുവിപ്പുറം പ്രതിഷ്ഠ ഉൾപ്പെടുത്തുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 1888. ഇനി 1891 മലയാളി മെമ്മോറിയൽ. 1891-ലാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാ? ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ള അല്ലെ. ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ള. അതുപോലെ തന്നെ INC-യിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ 72 ആളുകളല്ലേ പങ്കെടുത്തത്. അതിൽ ആരുണ്ടായിരുന്നു? ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ആദ്യ അധ്യക്ഷനായ മലയാളിയാണ് C ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. 1897-ലെ അമരാവതി സമ്മേളനം. ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ കൃതിയാണ് ഗാന്ധിയും അരാജകത്വവും. പഠിച്ചു വെക്കണേ, ഗാന്ധിയും അരാജകത്വവും ആരുടെ കൃതിയാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം ഒറ്റപ്പാലംകാരനാണ് അല്ലേ. അദ്ദേഹം ഒറ്റപ്പാലംകാരനാണ്, അറിഞ്ഞു വെക്കാട്ടോ. അപ്പോൾ 1891 ഒറ്റപ്പാലംകാരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഒറ്റപ്പാലത്തുണ്ടെങ്കിൽ ഈ അടുത്ത് ഞാൻ ഒറ്റപ്പാലത്ത് വരുന്നുണ്ട്. ഒറ്റപ്പാലത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഐ തിങ്ക് ജൂലൈ 13-നാണ്. ഓക്കെ, ജൂലൈ 13-ന് ഞാൻ ഒറ്റപ്പാലത്ത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻഫോം ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ അറിയിക്കും. ഓക്കെ, അപ്പോൾ ജൂലൈ 13-നാണ് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒറ്റപ്പാലത്ത് വരുന്നുണ്ട് ആരെങ്കിലുമൊക്കെ. അവിടെ PSC ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ PSC പഠിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്ന് ചേരാം കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരൊക്കെ ഞാൻ ഇതിൽ കമൻറ്റ് ബോക്സിൽ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ചേറ്റൂർ ശങ്കരൻ നായർ ഒറ്റപ്പാലംകാരനാണ്. അതിനപ്പോൾ ഇവിടെ എന്തിനാണ് പറഞ്ഞത്? 1897-ലാണ് അമരാവതി സമ്മേളനം. അമരാവതി സമ്മേളനത്തിലാണ് ആദ്യ അധ്യക്ഷനായ മലയാളി. അപ്പോൾ ബാരിസ്റ്റർ GP പിള്ളയാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതും ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. 1891-ലാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? അതൊരു ചോദ്യമാണ്. ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ ഇതൊക്കെ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ മൂന്നും സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. പഠിച്ചു വെക്കണേ, ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ എന്നിവ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ള. പിന്നെ ഒരു ചോദ്യം വരും, മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ആര്? മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ആരാണ്? അത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു ആണ് മലയാളി. കാരണം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരാറുണ്ട്. ആരാണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചതെന്ന് ചോദ്യം വരാറുണ്ട്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഇതേ ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പൊ ഈഴവ മെമ്മോറിയൽ ഏതാ വർഷം? 1896-ലാണ്. ഈഴവ മഹാസഭ സ്ഥാപിച്ചതും 1896-ലാണ്. അപ്പൊ അതും പഠിച്ചു വെച്ചോ. അതും
1896. രണ്ടും ഡോക്ടർ പൽപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു, 1896. അപ്പൊ അത്ര കാര്യങ്ങൾ അവിടെ ക്ലിയർ ആണ്. 1897 അമരാവതി സമ്മേളനം, അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ ആയല്ലോ. ഓക്കെ അല്ലേ? 1901 നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷമാണ് 1901. ഇനി 1905 ബംഗാൾ വിഭജനം. അത് ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 1926. അതിന്റെ മുമ്പ് ഉണ്ടല്ലോ 1921 ഉണ്ട്. 1921. 1921 മലബാർ കലാപം. ഓക്കെ, മലബാർ കലാപം 1921. 1921 മലബാർ കലാപവും വാഗൺ ട്രാജഡി, രണ്ടും 1921. 1921 മലബാർ കലാപം. ഈ മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? പൂക്കോട്ടൂർ ലഹള അല്ലെ? പൂക്കോട്ടൂർ ലഹളയാണ് മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്നറിയപ്പെടുന്നത്. പൂക്കോട്ടൂർ ലഹളയാണ്. അപ്പോൾ 1921 മലബാർ കലാപവും വാഗൺ ട്രാജഡി അല്ലേ? വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ചോദിക്കാറുണ്ട്. പോത്തന്നൂർ സ്റ്റേഷനാണ്. കോയമ്പത്തൂരിലേക്കല്ലേ കൊണ്ടുപോയിരുന്നത്? അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെക്കുക. പോത്തന്നൂർ സ്റ്റേഷനാണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. ആരാണ്? സുമിത് സർക്കാരാണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത്. ഇനി 1924 വൈക്കം സത്യാഗ്രഹം. 21 മലബാർ കലാപം, 24 മലബാർ കലാപം വാഗൺ ട്രാജഡി അറിഞ്ഞു വെക്കണം. രണ്ടും 21. 1924 ഏതാണ്? വൈക്കം സത്യാഗ്രഹം. കാക്കിനട സമ്മേളനം അതിന്റെ തൊട്ട് മുമ്പാണ്. ഞാൻ രണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഞാൻ കണക്ഷൻ വെച്ച് പറഞ്ഞുതരാം. 1924 വൈക്കം സത്യാഗ്രഹം. ദക്ഷിണേന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് ഏതാണ്? വൈക്കം സത്യാഗ്രഹം അല്ലേ? വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം. ആരാണ് നേതൃത്വം നൽകിയത്? TK മാധവനാണ്. അതുപോലെ തന്നെ 1923 കാക്കിനട സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും TK മാധവനാണ്. കണക്റ്റ് ആയോ? 23 ആദ്യം ഐത്തോച്ചാടന പ്രമേയം, പിന്നെ 24 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ആരാണ്? TK മാധവൻ. ഓക്കെ, ഇനി അവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? TK മാധവൻ. പിന്നെ വൈക്കം സത്യാഗ്രഹികൾക്ക് വേണ്ടി സൗജന്യ ഭക്ഷണശാല തുറന്നു കൊടുത്തത് ആരാന്ന് ചോദിച്ചാൽ പഞ്ചാബിൽ നിന്നും വന്ന അകാലികളുടെ നേതാവാരാണ്? ലാൽ സിംഗ് ആണ്. ലാൽ സിംഗ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ പഞ്ചാബിൽ നിന്നും വന്ന അകാലികളാണ് എന്താണ്? വൈക്കം സത്യാഗ്രഹികൾക്ക് വേണ്ടി സൗജന്യ ഭക്ഷണശാല തുറന്നു നൽകിയത്. അതും നമുക്ക് പഠിക്കാണ്ടാവും. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആണ്. 1924 സെറ്റായി. ഇനി 1930 ഞാൻ പറഞ്ഞിട്ടുണ്ട് 30 ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ KK കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KK കേളപ്പൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ നമ്മൾ പറഞ്ഞു വന്നു അല്ലേ? വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്യണ്ടേ? 1697 അഞ്ചുതെങ്ങ് കലാപം, 1721 ആറ്റിങ്ങൽ കലാപം, 1723 വേണാട് ഉടമ്പടി, 1741 കുളച്ചൽ യുദ്ധം. സ്പീഡിൽ പറഞ്ഞു പോവാം, കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലെ ഞാൻ ഒന്നും കൂടെ നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുക. 1741 കഴിഞ്ഞാൽ 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി കലാപം. അലർജിയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ, അതാണ് ഇടക്കിടക്ക് മൂക്ക് ഇങ്ങനെ ആക്കണത്. ഓക്കെ, സോറി, ഒരു മിനിറ്റ്. 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി കലാപം, 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി കലാപം, 1809 കുണ്ടറ വിളംബരം, 1812 കുറിച്യ കലാപം, 1822 ഒന്നാം ചാന്നാർ ലഹള, 1859 രണ്ടാം ചാന്നാർ ലഹള, 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ. ഓക്കെ, അപ്പോൾ അതുവരെ ക്ലിയർ ആണ്. 1921 മലബാർ കലാപം, അതുപോലെ തന്നെ വാഗൺ ട്രാജഡി. 1924 ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ഇനി ഒരു വട്ടം ഒന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് തരാം. 1697 ഏതാണ്? 1697 അഞ്ച് തെങ്ങ് കലാപം, 1721 ആറ്റിങ്ങൽ കലാപം, 1723 വേണാട് ഉടമ്പടി, പിന്നെ ഏതാണ്? 1741 കുളച്ചൽ യുദ്ധം, 1793 മുതൽ 97 വരെ
ഒന്നാം പഴശ്ശി കലാപം. പിന്നെ രണ്ടാം പഴശ്ശി കലാപം 800 മുതൽ 805 വരെ. പിന്നെ 809-ലാണ് കുണ്ടറ വിളംബരം. കിട്ടുന്നുണ്ടല്ലോ, 809-ലാണ് കുണ്ടറ വിളംബരം. 812-ലാണ് കുറിച്യ കലാപം. 812-ല് കുറിച്യ കലാപം. പിന്നെ ഏതാണ് 822-ലാണ് ഒന്നാം ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്നത് 1859-ലാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് 1859 ജൂലൈ 26-നാണ്. ജൂലൈ 26. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങൾ ക്ലിയർ ആണ്. പിന്നെ 1859 കഴിഞ്ഞാൽ 1888-ലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. 1891-ലാണ് മലയാളി മെമ്മോറിയൽ. 1896-ലാണ് ഈഴവ മെമ്മോറിയൽ. 1897-ലാണ് അമരാവതി സമ്മേളനം. അതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി പഠിക്കുക. ഓക്കെ, പിന്നെ 1901-ല് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങുന്നത്. 1903-ലാണ് SNDP സ്ഥാപിതമായത്. 1921-ലാണ് മലബാർ കലാപം. ഓക്കെ, മലബാർ കലാപം 1921-ലാണ്. അതുപോലെ തന്നെ വാഗൺ ട്രാജഡിയും 1921-ലാണ്. 1924-ലാണ് വൈക്കം സത്യാഗ്രഹം. 1930-ലാണ് ഉപ്പു സത്യാഗ്രഹം. 31-ലാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പൊ 31-ലേതാ ഗുരുവായൂർ സത്യാഗ്രഹം, 30-ലേതാ ഉപ്പു സത്യാഗ്രഹം, 24-ലേതാ വൈക്കം സത്യാഗ്രഹം. 24 വൈക്കം സത്യാഗ്രഹം, 21 മലബാർ കലാപം. 21 മലബാർ കലാപം. 896-ല് ഈഴവ മെമ്മോറിയൽ. 891-ലേതാ മലയാളി മെമ്മോറിയൽ. ഓക്കെ, മലയാളി മെമ്മോറിയൽ 891. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. 1893 ഇമ്പോർട്ടന്റ് ആയ ഒരു വർഷമാണ്. ചിക്കാഗോ സമ്മേളനം നടന്ന വർഷമാണ്. അതല്ല ഏറ്റവും ഇമ്പോർട്ടൻസ്, കേരളത്തിലെ വില്ലുവണ്ടി യാത്ര അല്ലെ, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893-ആണ്. ചിക്കാഗോ സമ്മേളനം നടന്ന വർഷവും 1893-ആണ്. അപ്പോൾ 31 വരെ സെറ്റായി. 31 വരെ സെറ്റ്. ഇനി 32-ലാണ് നിവർത്തന പ്രക്ഷോഭം. 1932-ല് നിവർത്തന പ്രക്ഷോഭം അല്ലെ, നമ്മുടെ PSC ഒക്കെ വരാൻ കാരണമായ പ്രക്ഷോഭമാണ് ഇത്, നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാന്ന് വെച്ചാൽ നിവർത്തന പ്രക്ഷോഭം. ഏതാണ് നിവർത്തന പ്രക്ഷോഭം? ഓക്കെ, നിവർത്തന പ്രക്ഷോഭം. അതിൻ്റെ ഇടയിൽ 1926 നമുക്കൊന്ന് പഠിക്കാണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. 1926 ശുചീന്ദ്രം സത്യാഗ്രഹം. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1926-ലാണ്. അപ്പോൾ 1926 സെറ്റായി. 1930-ലേതാണ് ഉപ്പു സത്യാഗ്രഹം. 31-ലേതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 36-ലാണ് 32-ല് അതിൻ്റെ ഇടയിലുണ്ടല്ലേ 32 നിവർത്തന പ്രക്ഷോഭം. 32 നിവർത്തന പ്രക്ഷോഭം. 31 ഗുരുവായൂർ സത്യാഗ്രഹം. 30 ഏതാണ് ഗുരുവായൂർ? 30 ഏതാണ്? 30 ഉപ്പു സത്യാഗ്രഹം. അപ്പോൾ ഏതാണ് ഉപ്പു സത്യാഗ്രഹം? പിന്നെ ഏതാണ് ഗുരുവായൂർ സത്യാഗ്രഹം? നിവർത്തന പ്രക്ഷോഭം. അടുത്തത് 36-ല് ക്ഷേത്രപ്രവേശന വിളംബരം. 1936-ലാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, എന്താണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് അല്ലെ. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചതും ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അപ്പൊ 1936-ലാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ 1930 ഉപ്പു സത്യാഗ്രഹം, 30 31 ഗുരുവായൂർ സത്യാഗ്രഹം, 32 നിവർത്തന പ്രക്ഷോഭം, 36 ക്ഷേത്രപ്രവേശന വിളംബരം. ഇനി 1940 അതാണ് മൊറാഴ സമരം നടന്ന വർഷം. മൊറാഴ സമരം അല്ലേ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് മൊറാഴ സമരം. അത് 1940-ലാണ് കേട്ടോ, 40-ലാണ്. പിന്നെ 1942 കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ് 1942. 1940 മൊറാഴ സമരം. 1942 കീഴരിയൂർ ബോംബ് കേസ്. 1942 കീഴരിയൂർ ബോംബ് കേസ്. 1942 കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. KB മേനോൻ. ഡോ എന്ന് മാത്രമേ വരുള്ളൂ. ഡോക്ടർ KB മേനോൻ. അപ്പോൾ ഡോ ഇനിയിപ്പോൾ ഡോക്ടറിന് കാണാത്തതുകൊണ്ട് എഴുതാതെ ഡോ KB മേനോൻ. ഡോക്ടർ KB മേനോനാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തി. ഓക്കെ, പിന്നെ 1946-ലാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര 46. ഓക്കെ, ക്ഷേത്ര ഇങ്ങനെ വെച്ച് കണക്ഷൻ വരുന്നില്ലേ. 36-ല് ക്ഷേത്ര, പുന്നപ്ര 46, പുന്നപ്ര 6 എന്നുള്ള സൗണ്ട് വരുന്നില്ലേ. അപ്പൊ പുന്നപ്ര 46-ഉം ക്ഷേത്ര 36-ഉം. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. വർഷങ്ങൾ നോക്കാം. ഇനി 1900 തൊട്ട് നമ്മൾ പഠിച്ച വർഷങ്ങൾ നോക്കാം. 1921-ലാണ് ഏത് മലബാർ കലാപം.
1924 ഏതാണ്? 1924 വൈക്കം സത്യാഗ്രഹം. 1926 ശുചീന്ദ്രം സത്യാഗ്രഹം. 1930 ഉപ്പു സത്യാഗ്രഹം. 31 ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെ? 31 ഗുരുവായൂർ സത്യാഗ്രഹം. 32 നിവർത്തന പ്രക്ഷോഭം. 36 ഏതാണ്? 36 ക്ഷേത്ര പ്രവേശന വിളംബരം. 40 മൊറാഴ സമരം. 42 ഏതാണ്? ഡോക്ടർ KB മേനോൻ അറസ്റ്റിലായ കീഴരിയൂർ ബോംബ് കേസ് അല്ലെ? അതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. 46. ഇത്ര വർഷങ്ങൾ ക്ലിയർ ആയോ? ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞ വർഷങ്ങളിലേക്ക് ഒന്ന് വരാം. 1697 അഞ്ചുതെങ്ങ് കലാപം. 1721 ആറ്റിങ്ങൽ കലാപം. 1723 വേണാട് ഉടമ്പടി. 1741 കുളച്ചൽ യുദ്ധം. പിന്നെ 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപം. 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി കലാപം. എന്താണ് 1809 എന്താണ് കിട്ടുന്നുണ്ടോ? കുണ്ടറ വിളംബരം. 1812 എന്താണ്? കുറിച്യ കലാപം. 1812 കുറിച്യ കലാപം. 1822 ഒന്നാം ചാന്നാർ ലഹള. 1859 എന്താണ്? ചാന്നാർ ലഹള. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. 1891 മലയാളി മെമ്മോറിയൽ. 1893 എന്താണ്? ചിക്കാഗോ സമ്മേളനം. അതുപോലെ തന്നെ എന്താണ്? വില്ലുവണ്ടി യാത്ര നടന്നതും 1893 1896 ഈഴവ മെമ്മോറിയൽ. 1897 അമരാവതി സമ്മേളനം. പിന്നെ 1903 SNDP സ്ഥാപിതമായി. ഓക്കെ. പിന്നെ 1921 എന്താ? മലബാർ കലാപം. പിന്നെ 1924 വൈക്കം സത്യാഗ്രഹം. 1926 ശുചീന്ദ്രം സത്യാഗ്രഹം. 1930 ഉപ്പ് സത്യാഗ്രഹം. 31 ഗുരുവായൂർ സത്യാഗ്രഹം. 32 നിവർത്തന പ്രക്ഷോഭം. 36 ക്ഷേത്രപ്രവേശന വിളംബരം. 40 മൊറാഴ സമരം. 42 ഏതാണ്? 42 കീഴരിയൂർ ബോംബ് കേസ്. ഓക്കെ, കീഴരിയൂർ ബോംബ് കേസാണ് 42. നിവർത്തന പ്രക്ഷോഭം 32, 42 കീഴരിയൂർ ബോംബ് കേസ്. 46 പുന്നപ്ര വയലാർ സമരം. ഓക്കെ, പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ഓക്കെ, അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കാം. അപ്പൊ വർഷങ്ങൾ ഏകദേശം സെറ്റ് അല്ലേ? ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യണോ? ഇനി ബോറടിക്കും. നമുക്ക് ബാക്ക് നിന്ന് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് പോവാം. 1946 ഏതാ? പുന്നപ്ര വയലാർ സമരം. 42 ഏതാ? കീഴരിയൂർ ബോംബ് കേസ്. 40 മൊറാഴ സമരം. 36 എന്താ നടന്നു? 36 ക്ഷേത്രപ്രവേശന വിളംബരം. 32 നിവർത്തന പ്രക്ഷോഭം. പിന്നെ 31 ഗുരുവായൂർ സത്യാഗ്രഹം. 30 ഉപ്പ് സത്യാഗ്രഹം. 26 ശുചീന്ദ്രം സത്യാഗ്രഹം. 24 വൈക്കം സത്യാഗ്രഹം. പിന്നെ 21 മലബാർ കലാപം. ഓക്കെ, 1903 SNDP. 1897 അമരാവതി സമ്മേളനം. 1896 ഈഴവ മെമ്മോറിയൽ. 1893 എന്താ? വില്ലുവണ്ടി യാത്ര. പിന്നെ അതുപോലെ തന്നെ ചിക്കാഗോ സമ്മേളനം. പിന്നെ അതുപോലെ തന്നെ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം 1893. 1891 മലയാളി മെമ്മോറിയൽ. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. 1859 എന്താണ്? ചാന്നാർ ലഹള. 1822 ഒന്നാം ചാന്നാർ ലഹള. 1812 എന്താ? കുറിച്യ കലാപം. 1809 കുണ്ടറ വിളംബരം. പിന്നെ 1800 മുതൽ 805 വരെ രണ്ടാം പഴശ്ശി കലാപം. 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപം. 1741 കുളച്ചൽ യുദ്ധം. 1723 വേണാട് ഉടമ്പടി. 1721 ആറ്റിങ്ങൽ കലാപം. പിന്നെ ആദ്യ കലാപമായ 1697 അഞ്ചുതെങ്ങ് കലാപം. ഏകദേശം സെറ്റ് ആയിട്ടുണ്ടല്ലോ? സെറ്റായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വർഷങ്ങളൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞു പോയിട്ട് കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജ്ഞാനപീഠം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഏതൊരു റിവിഷൻ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സാധനമാണ്. ഏതൊരു എക്സാമിൻ്റെ റിവിഷനിലായിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യാതിരിക്കുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾ ജ്ഞാനപീഠം ലഭിക്കണം. ഏതൊരു എക്സാമിൻ്റെ റിവിഷൻ ഞാൻ കൊണ്ടുവരുമ്പോഴും അതിൽ ഞാൻ ഉൾപ്പെടുത്തും ജ്ഞാനപീഠം. ഓക്കെ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ആദ്യമായി നോവലിന് ജ്ഞാനപീഠം ലഭിച്ച മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. തെറ്റി. ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന് ലഭിച്ചത് നോവലിനല്ല. നോവലിന് ലഭിച്ചത് ആർക്കാ? SK പൊറ്റക്കാടിനാണ്. അപ്പോൾ അത് തെറ്റാണ്. തെറ്റായത് കണ്ടെത്തുക. അപ്പോൾ ഒന്ന് തെറ്റാണ്. ശരി, ഒന്നുണ്ട്. ആദ്യം ജ്ഞാനപീഠം ലഭിച്ച മലയാളി വനിതയാണ് ആശാ പൂർണാദേവി. എന്താണ്? അതും തെറ്റാണ്. വേഗം ഉത്തരയ്ക്ക് പോകും. ആശാ പൂർണാദേവി മലയാളി വനിതയല്ല. അദ്ദേഹം എന്താണ്? കൊൽക്കത്തക്കാരിയാണ്. ഓക്കെ, അപ്പോൾ മലയാളി വനിതയല്ല. പിന്നെ എന്തോടെ പഠിക്കണമെന്നല്ലോ? ആശാപൂർണദേവി ആശാപൂർണദേവി മലയാളി വനിതയല്ല. മലയാളികൾ ആർക്കും ലഭിച്ചിട്ടില്ല. ഓക്കെ, മലയാളികളിൽ ആർക്കും ലഭിച്ചിട്ടില്ല. മലയാളി വനിതകളിൽ ആർക്കും ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ല.
ജ്ഞാനപീഠം ലഭിച്ച ആകെ മലയാളികളുടെ എണ്ണം 5 ആണ്. ഓക്കെ, അതും തെറ്റാണ്. 6 മലയാളികൾക്ക് ലഭിച്ചിട്ടില്ലേ? ഒന്ന് എണ്ണി നോക്കാം. 1965 ജി ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി, 95 MT, 2007 ONV, 2019 അക്കിത്തം. അങ്ങനെ 6 ആളുകൾക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ആശാ പൂർണ്ണാദേവി കൊൽക്കത്തക്കാരിയാണ്, മലയാളി വനിതയല്ല. സംഭവം വനിതയൊക്കെ തന്നെ ആദ്യമായിട്ട് ലഭിച്ച വനിതയാണ്, മലയാളി വനിത അല്ല. എന്താണ്? കൊൽക്കത്തക്കാരിയാണ്. എന്തിനാണ് ലഭിച്ചത്? പ്രഥം പ്രദശ്രുതി എന്ന കൃതിക്കാണ്. പ്രഥം പ്രദശ്രുതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. 1976 ലഭിച്ചത്. 1976. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ. ഇനി ജ്ഞാനപീഠവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് നോക്കാം. ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയ വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് 1965 ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത് 1965 1965 ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത്. ഈ വർഷം തന്നെ ഒരു മലയാളിക്കാണ് ലഭിച്ചത്. ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ജി ശങ്കരക്കുറുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി പഠിച്ചു വെച്ചോ. എന്താണ്? വാകുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരുകുരുവി ആരുടെ വരികളാന്ന് ചോദിക്കും. അതല്ല പഠിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, വാകുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരുകുരുവി അതും അദ്ദേഹത്തിന്റെ വരികളാണ്. എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്, അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത്. ഓക്കെ, ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ്. പിന്നെ ഒരു ചോദ്യം വരും, ആദ്യം ലഭിച്ച വനിത ആര്? ആശാ പൂർണ്ണാദേവി. ഓക്കെ, ആശാ പൂർണ്ണാദേവിക്കാണ് ആദ്യമായിട്ട് ലഭിച്ചത്, ആദ്യം ലഭിച്ച വനിത. അപ്പോൾ എന്താണ്? ഇങ്ങനെ മനസ്സിലാലോചിച്ചാൽ മതി, ഒരു വനിതയല്ലേ. കാരണം ഇതുവരെ ഒരു വനിതക്കും ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ ഒരു ആശ വരികയാണ്, കാരണം എനിക്കാവണം ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിക്കുന്നത് എന്നൊരു ആശ വരികയാണ്. ഓക്കെ, ആശ വെച്ചിട്ട് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? ആശാ പൂർണ്ണാദേവി അല്ലേ? ആദ്യം ലഭിക്കണം എന്നൊരു ആശ ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ട് ആശാ പൂർണ്ണാദേവി 1976 ലഭിച്ചത്. 1976 ലഭിച്ചത്. പ്രഥം പ്രദശ്രുതി എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഓക്കെ, ആദ്യമായിട്ട് നോവലിന് ലഭിച്ചത്. രണ്ടാമത് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാലും ആദ്യമായിട്ട് നോവലിന് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാലും SK പൊറ്റക്കാടിനാണ്. 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിന് എപ്പോഴാണ്? 1980. അപ്പോൾ 65 ജി ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്. 1984 ആർക്കാണ്? തകഴി അല്ലേ? കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന തകഴി. ഇവിടെ SK പൊറ്റക്കാടുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ആദ്യമായിട്ട് നോവലിന് ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അത് SK പൊറ്റക്കാടിനാണ്. ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ. ഏതാണ് ആ ദേശം? ഒരു ദേശത്തിന്റെ കഥയിലെ ദേശം ഏതാണ്? അധിരാണിപ്പാടമാണ് അല്ലേ? അധിരാണിപ്പാടം. ഒരു തെരുവിന്റെ കഥ അദ്ദേഹത്തിന്റെ കൃതിയാണ്. പാതിരാ സൂര്യന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ കൃതിയാണ്. പിന്നെ ഏതാണ് ഈ തെരുവ്? ഏതാണ്? മിഠായി തെരുവാണ് അല്ലേ? മിഠായി തെരുവ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാലോ. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? SK പൊറ്റക്കാടാണ്. കോഴിക്കോടിന്റെ കഥാകാരൻ. 1980 എന്തിന് ലഭിച്ചത്? നോവലിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. 84 തകഴിക്കാണ്. പിന്നെ അങ്ങോട്ട് എന്താണ്? സമഗ്ര സംഭാവനക്കുള്ളതാണ് ലഭിക്കുന്നത്. പിന്നെ ഓരോ കൃതികളൊന്നും നമ്മൾ പഠിക്കണ്ട. ഈ രണ്ടെണ്ണം എന്തായാലും കൃതികൾ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ആശാ പൂർണ്ണാദേവിയുടെ പ്രഥം പ്രദശ്രുതിയും ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ SK പൊറ്റക്കാടിന്റെ കൃതികളാണ് ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, പാതിരാ സൂര്യന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. ഓക്കെ, എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാടിന്റെ ആത്മകഥയാണ്. അപ്പോൾ 1965 ജി ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി. ഓക്കെ, തകഴി വരെ കിട്ടി. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിന്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. ശില്പനഗരം എന്നറിയപ്പെടുന്ന ഏതാ? ശില്പനഗരം കോഴിക്കോട്. പ്രതിമകളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് തിരുവനന്തപുരം. ഓക്കെ, കേരളത്തിന്റെ പഴക്കൂട എന്നറിയപ്പെടുന്നത് ഇടുക്കി. ഓരോന്നും അറിഞ്ഞു വെക്കണേ. ഓക്കെ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. ഓക്കെ, ഏതെങ്കിലും അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. അപ്പോൾ 1965 ജി ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി. അടുത്തത് 95 ലഭിച്ചത് നിളയുടെ കഥാകാരൻ. ആരാണ് നിളയുടെ കഥാകാരൻ? നിളയുടെ കഥാകാരൻ ആരാ? MT ആണ് അല്ലേ? നമ്മൾ പഠിച്ചതാണ് കേട്ടോ. നിളയുടെ കഥാകാരൻ MT. 1995 MT വാസുദേവൻ നായർക്ക് ലഭിച്ചത്. MTക്ക് എപ്പോഴാണ്? 1995 ലഭിച്ചത്. അടുത്തതായിട്ട് ആർക്കാ ലഭിച്ചത്? അഞ്ചാമതായിട്ട് 2007
ONVക്കാണ് ലഭിച്ചത്. ONVക്കാണ് 2007 ലഭിച്ചത്. അവസാനമായി ലഭിച്ച മലയാളിയാണ് 2019 അക്കിത്തം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ആരുടെയാണ്? അക്കിത്തത്തിന്റെ വരികളാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാറിന്റെ വരികളാണ്. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യൻ. വയലാറിന്റെ വരികളാണ്. പിന്നെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റ മതൻ ഭാഷ താൻ. വള്ളത്തോളിന്റെ വരികളാണ്. ഓക്കെ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റ മതൻ ഭാഷ താൻ. വള്ളത്തോളിന്റെ മറ്റുള്ള വള്ള അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. മറ്റുള്ള ഭാഷകൾ. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. അതും വള്ളത്തോളിന്റെ വരികളാണ്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. നാട്ടിൻപുറം കുറ്റിപ്പുറം അത് വെച്ച് കണക്ട് ചെയ്യണേ. നാട്ടിൻപുറം കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ വരികളാണ്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. അതാരുടെയാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെയാണ്. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി. ആരുടെയാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ആ വരികൾ കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി ചുള്ളി പറഞ്ഞ പോലത്തെ വരികളല്ലേ. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി. ഞാൻ എങ്ങനെ പഠിച്ചു? ഒരുമാതിരി ചുള്ളി പറഞ്ഞ് കിടക്കുന്ന വരികൾ. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ അപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വരികളാണ്. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിൽ ഇല്ലെന്ന് നിർണയം. എഴുത്തച്ഛൻ്റെ വരികളാണ്. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിൽ ഇല്ലെന്ന് നിർണയം. എഴുത്തച്ഛൻ്റെ വരികളാണ്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം. എഴുത്തച്ഛൻ്റെ അല്ല, ചങ്ങമ്പുഴയുടെ വരികളാണ്. എന്താണ്? കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് എൻ പരാജയം. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് എൻ പരാജയം. അതാരുടെയാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. വാ കുരുവി വരു കുരുവി വാഴക്കൈമേൽ ഇരുകുരുവി നമ്മൾ പഠിച്ചു. ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. പിന്നെ കാക്കേ കൂടവിടെ, അതുപോലെ തന്നെ പ്രാവേ പോകരുതേ. ആരുടെയാണ്? ഉള്ളൂരിന്റെ വരികളാണ്. കാക്കേ കൂടവിടെ, കൂട് ഉള്ളിലാണ്. അപ്പൊ കാക്ക അങ്ങനെ പറയില്ലേ? കാക്കേ കൂടവിടെ, കൂടുതൽ അതിന്റെ ഉള്ളിലാണെന്ന് കാക്ക പറയാന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രാവേ പോകരുതേ. എങ്ങോട്ട് പോകരുതേ? കൂട്ടിൽ നിന്നും എങ്ങോട്ടും പോകരുതേ. അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ കൂട് ഉള്ളിലാണ്, ഉള്ളൂർ. അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. കാക്കേ കൂടവിടെ, പ്രാവേ പോകരുതേ. ഇത് രണ്ടും ഉള്ളൂരിന്റെ വരികളാണ്. ഓക്കെ. അപ്പോൾ ഏകദേശം വരികളൊക്കെ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, കുമാരനാശാന്റെ വരികളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളാണ് കേട്ടോ. അത് SCRT പോയിന്റ് കൂടി ആയതുകൊണ്ട് എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ. അപ്പോൾ 1965 ഇനി എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് എങ്ങനെ ജ്ഞാനപീഠം ഈ ക്ലാസ് തന്നെ സെറ്റ് ആക്കിയിട്ട് പോവുക. 1965 ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. 1980 എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ പിന്നെ പറയാം. അപ്പോൾ വർഷങ്ങൾ മാത്രം നമുക്ക് സെറ്റ് ആക്കാം. 65 ജി ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി, 95 MT, 2007 ONV, 2019 അക്കിത്തം, 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴി, 1995 MT, 2007 ONV, 2019 അക്കിത്തം. 1965 ജി ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി, 95 MT, 2007 ONV, 2019 അക്കിത്തം. ഓക്കെ. 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴി, 1995 MT, 2007 ONV, 2019 അക്കിത്തം. അല്ലേ? ആദ്യമായിട്ട് നോവലിന് ജ്ഞാനപീഠം ലഭിച്ചത് SK പൊറ്റക്കാടിനാണ്. ഒരു ദേശത്തിന്റെ കഥ. ആദ്യം ജ്ഞാനപീഠം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്. ആദ്യം ജ്ഞാനപീഠം ലഭിച്ച വനിത ആശാപൂർണാദേവി 1976 ഓക്കെ. പ്രദശ്രുതി എന്ന കൃതിക്കാണ്. ഓക്കെ. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ജ്ഞാനപീഠം ക്ലിയർ ആയി. 1965 ജി ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി, 95 MT, 2007 ONV, 2019 അക്കിത്തം. ഏകദേശം 6 സെറ്റല്ലേ? ജ്ഞാനപീഠം സെറ്റല്ലേ? ഇനി ചോദ്യം വന്നാൽ മറക്കില്ലല്ലോ. അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആര്? ചോദ്യം ചോദിക്കട്ടെ. ആരാണ് അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാളി? അക്കിത്തം. അല്ലേ? 2019 95 ജ്ഞാനപീഠം ലഭിച്ചത് ആർക്ക്? 1995 ആർക്കാ ലഭിച്ചത്? ആർക്കാണ്? MT വാസുദേവൻ നായർക്ക്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? MT വാസുദേവൻ നായർ. അപ്പൊ ആരാണ് കോഴിക്കോടിന്റെ കഥാകാരൻ? ആരാണ്? SK പൊറ്റക്കാട്. അല്ലെ? ഒരു തെരുവിന്റെ കഥ, മിഠായി തെരുവ്. ആരാണ് കുട്ടനാടിന്റെ കഥാകാരൻ? അത് തകഴി. പമ്പയുടെ ദാനം കുട്ടനാട്. ഓക്കെ. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഈജിപ്ത് ആണ്. നൈലിന്റെ ദാനം ഈജിപ്ത്. ഓരോ പോയിന്റ്സും അറിഞ്ഞു വെക്കുക. അപ്പൊ ഏകദേശം എന്താണ് ജ്ഞാനപീഠം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. സെറ്റ് അല്ലേ? അവസാനമായിട്ട് ജ്ഞാനപീഠം
ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാരാ? അഭിജിത്ത് ബാനർജി അല്ലെ. 2019 തന്നെയാണ് അഭിജിത്ത് ബാനർജിക്കും ലഭിച്ചത്. 2019 അഭിജിത്ത് ബാനർജി. 2014 ആർക്കാ? കൈലാഷ് സത്യാർത്ഥി. മലാല യൂസഫ്സായിയുടെ കൂടെ പങ്കിട്ടതല്ലേ കൈലാഷ് സത്യാർത്ഥി. ഓക്കെ, മലാല യൂസഫ്സായിയുടെ കൂടെ പങ്കിട്ടതാണ്. സമാധാനത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അതാർക്കാണ്? അത് മദർ തെരേസക്കാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അതാർക്കാണ്? അത് രവീന്ദ്രനാഥ ടാഗോറിനാണ് അല്ലെ. ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഏതാണ്? സാഹിത്യത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ഓരോന്ന് ഓർത്തു വെക്കാം കേട്ടോ. കിട്ടാത്ത ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. എക്സാം വളരെ അടുത്തെത്തിയിട്ട് നല്ല രീതിയിൽ റിവിഷന് മാത്രം, ഫയർമാൻ എക്സാം ഉള്ളവർ നല്ല രീതിയിൽ റിവിഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കി എക്സാം ഉള്ളവരൊക്കെ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് പോയി അവസാനം കുറച്ച് ദിവസം എന്തായാലും റിവിഷന് മാത്രം മാറ്റി വെക്കുക. റിവിഷൻ അത്രത്തോളം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എന്തായാലും ഒരു 5-6 ദിവസം നിങ്ങൾ റിവിഷനായിട്ട് മാത്രം മാറ്റി വെക്കുക കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഓരോ എക്സാം എടുക്കുമ്പോഴും നിങ്ങൾ അതിന് ചെയ്യേണ്ട ടിപ്സും പിന്നെ അതിൻ്റെ മുമ്പ് ഒരു റിവിഷൻ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ റിവിഷൻ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ഈ യൂട്യൂബ് ക്ലാസ്സിൽ റിവിഷൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ ഒരു റിവിഷൻ എക്സാമുകളും ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ നടത്തും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാം. ഇപ്പോൾ എക്സാമിന് വേണ്ട ഏകദേശം ടിപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിനാണെങ്കിലും അതുപോലെ തന്നെ CPO, വുമൺ CPO, അതിനൊക്കെ വേണ്ട ടിപ്സ് നമ്മൾ ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ളവർ ഈ പറയുന്ന ടിപ്സ് നല്ല രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ പറയും. ഒരുപാട് സ്ട്രെസ് എടുത്ത് ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ ഒരിക്കലും പറയില്ല. ഏറ്റവും സാധാരണക്കാർക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും ആ രീതിയിലേ ഞാൻ നിങ്ങൾക്കുള്ള സ്റ്റഡി മെത്തേഡുകൾ തരുള്ളൂ. സ്റ്റഡി പ്ലാൻ ഞാൻ തരില്ല. മീൻസ് സമയങ്ങളോ ഇത്ര സമയം നിങ്ങൾ പഠിക്കണോ, ഇത്ര കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതികളും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചും. ആ രീതിയിൽ നിങ്ങൾ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്മാർട്ട് വർക്ക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ബാച്ചിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്